ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളിനകത്ത് കൊല്ലുന്നത്രയും ഈ കഞ്ചാവ് വലിച്ചവർ കൊല്ലുന്നുണ്ടോ? ലോകത്ത് ഏറ്റവും കൂടുതൽ കുട്ടികളെ ഉപയോഗിച്ചിട്ടുള്ളത് കാത്തലിക് സംഘമല്ലേ. അത് പ്രധാനമന്ത്രി തൊട്ട് താഴെ അറ്റം വരെയുള്ള മുഴുവൻ പേരും കള്ളക്കാണ്, കള്ള സർട്ടിഫിക്കറ്റുമായിട്ടിരിക്കുന്നവന്മാരും കൂടാണ്. പിന്നെ ഞാനെന്ത് പറയാനാണ്? ഈ കാശ് മേടിക്കുന്ന ഇടവായിട്ട് ലൈംഗിക ബന്ധങ്ങളെ കണ്ട സമയം തൊട്ടാണ് നമ്മൾ ഈ കല്യാണമൊക്കെ ഉണ്ടാകുന്നത്. ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നാടൻ ഭക്ഷണം കിട്ടി, ഹോട്ടലിൽ ചെന്നാൽ വീട്ടിലെ ഭക്ഷണം കിട്ടുമെന്ന്. പിന്നെ എന്തിനാടാ രണ്ടുപേര് തമ്മിൽ കൊച്ചിനെ ഉണ്ടാക്കുന്നിടത്ത് ഈ സർക്കാരിനെന്ത്? ഇപ്പം ഇരിക്കുന്ന കുടുംബങ്ങളെന്ന് പറയുന്നത് സാമൂഹിക വിരുദ്ധ കേന്ദ്രങ്ങളാണ്. എഴുത്തുകാരനും സ്വതന്ത്ര ചിന്തകനുമായ മൈത്രേയനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ നമ്മൾ നേരത്തെ മൈത്രേയൻ പറഞ്ഞു വെച്ച കുറേ കാര്യങ്ങളുണ്ടാവും, കുറേ ഇൻ്റർവ്യൂകളും അല്ലാത്തുള്ള പ്രഭാഷണങ്ങളിലും ഒക്കെ പറഞ്ഞ കുറേ കാര്യങ്ങൾ തന്നെ അതിൽ തന്നെയുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് സംസാരിക്കാമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനം പറഞ്ഞതിൽ ഞാൻ ശ്രദ്ധിക്കപ്പെട്ടതാണ് മയക്കുമരുന്നിനെ കുറിച്ച് ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. മയക്കുമരുന്ന് നിയമവിധേയമാക്കണം എന്നാണ് മൈത്രേയൻ്റെ ഒരു അഭിപ്രായം കേട്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ? ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടിക്കൂടി വരികയാണ്, അതുമായി ബന്ധപ്പെട്ട ക്രൈമുകൾ കൂടുന്നു. ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രസ്താവനയ്ക്ക്? ക്രൈം കൂടുന്നത് നിരോധിച്ചതുകൊണ്ടാണ്, അതാണ് അതിൻ്റെ പ്രശ്നം. ലോകത്ത് പ്രൊഹിബിഷൻ ഇന്ത്യയിലല്ല ആരംഭിച്ചത്. ഇന്ത്യക്കാർ അങ്ങനത്തെ ഒരു കാര്യവും ജീവിതത്തിൽ ചിന്തിച്ചിട്ടില്ലാത്ത ലോകത്തായിരുന്നു. ഇത് അമേരിക്കയിലാണ് ആദ്യമായിട്ട് പ്രൊഹിബിഷൻ എന്ന് പറയുന്ന അത് അങ്ങനെ മെനക്കെട്ട് ചെയ്യുന്നത്. തായ്ലൻഡിലും ഒക്കെ ചില സമയങ്ങളിലൊക്കെ അവർ ചെയ്തിട്ടുണ്ട്, പല രാജ്യങ്ങളിലും. ഇതൊക്കെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലല്ല, ഒരു 16-ാം നൂറ്റാണ്ടിലൊക്കെ പ്രൊഹിബിഷൻ ചെയ്തിട്ടുള്ള ചില രാജാക്കന്മാർ ചെയ്തിട്ടുള്ള 1-2 സ്ഥലങ്ങളുണ്ട്. ഞാനതുമെല്ലാം നോക്കിയിട്ടുള്ളതാണ്. ഇവിടെ എല്ലാം സംഭവിച്ചതെന്ന് പറയുന്നത് അത് അതിൻ്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിളായിട്ട് എടുത്താൽ അമേരിക്കയാണ് അതിനകത്തുള്ളത്. അമേരിക്ക നമുക്ക് ഇന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലവും കൂടാണ്. മറ്റേതൊക്കെ രാജാക്കന്മാർ ഭരിച്ചിരുന്നത് കൊണ്ട് അത്രയും വലിയ ഡേറ്റയൊന്നുമില്ല. 1920 തൊട്ട് 1932 13 വർഷം അവിടെ മദ്യം നിരോധിച്ചായിരുന്നു. ആ മദ്യം നിരോധിച്ച സമയത്ത് സംഭവിച്ചത് എല്ലാ വീട്ടിലും മദ്യം ഉണ്ടാക്കുന്ന അതാണ് ആദ്യം സംഭവിച്ചത്. കാരണം ഈ ഒരു പ്രഷർ കുക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും ചെയ്യാം. അപ്പോൾ പ്രഷർ കുക്കറെ കണ്ടുപിടിച്ച ആ ഒരു കാലമായത് കാരണം കൊണ്ട് വീടുകളിൽ മുഴുവനും വാറ്റുന്ന സ്ഥലമുണ്ടായി. അതുവരെ ഈ ഇന്ത്യയിലെ പോലെ തന്നെ പുരുഷന്മാർ കൂടുതൽ കഴിക്കുകയും സ്ത്രീകൾ കുറച്ച് കുടിക്കുകയും ചെയ്യുന്ന ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കൊണ്ടുള്ള സാധനമാണത്. പക്ഷേ അതിനുശേഷം എല്ലാ വീട്ടിനകത്ത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും കുടിക്കുന്നവരായി മാറി. അടുത്തത് ഈ ഇൻ്റർനാഷണൽ വാട്ടർ എന്ന് പറയുന്നത് അന്നത്തെ ഇത് വെച്ചിട്ട് 3 മൈലാണ് അന്ന് ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയിൽ കടലിൽ അവിടെ ഒരു വലിയ കാസിനോ ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ വലിയ കപ്പൽ, നമ്മളിന്ന് കാണുന്ന യോട്ടല്ല, വലിയ കപ്പലുകളുണ്ടാക്കി. അതിനകത്തെല്ലാം കാസിനോസ് ഉണ്ടാക്കി. അവിടെ ആൾക്കാർ മദ്യവും ഇതുപോലുള്ള എല്ലാ സാധനവും കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അത് ഗവൺമെൻറ്റുകൾക്ക് ഇടപെടാൻ പറ്റത്തില്ല, കാരണം ഇൻ്റർനാഷണൽ വാട്ടറിലുള്ള വള്ളത്തെ കയറി ആൾക്കാർ അവിടെ പോകും. അതിനകത്ത് അത് വലിയ വ്യവസായമായി. അപ്പോൾ ഈ നിരോധിക്കുന്ന സമയത്തുണ്ടായതെന്ന് പറയുന്നത് സാധാരണ ആളുകൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ കഴിക്കുകയോ ഒക്കെ ചെയ്യുന്നത് പോലല്ല. നിരോധിക്കുമ്പോൾ അതൊരു ക്രിമിനൽ ആക്ടിവിറ്റി ആയി മാറും. ഈ കഴിക്കുന്നതോ വിൽക്കുന്നതോ ഒക്കെ വലിയ ക്രിമിനൽ ആക്ടിവിറ്റി ആവും. ക്രിമിനൽ ആക്ടിവിറ്റി ഉണ്ടാകുന്നതിനാൽ ക്രിമിനൽസ് ആയിരിക്കും പിന്നെ അത് ഇടപെടുന്നത്. അങ്ങനെയാണ് ആദ്യമായിട്ട് അമേരിക്കയിൽ നമ്മൾ ഇന്ന് എപ്പോഴും പറയാറുള്ളൊരു വാക്കാണ് മാഫിയ എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ഇറ്റലിയിൽ നിന്ന് വന്ന അത് മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാരാണ് അവർ. അപ്പോൾ അവർക്ക് ജീവിച്ചു പോകാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ളത് മദ്യം കച്ചവടം തുടങ്ങുക. അങ്ങനെയാണ് നമ്മളിന്ന് കാണുന്ന മഫിയാസ് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ മണൽ മഫിയ എന്ന് വരെ നമ്മൾ വാക്ക് ഉപയോഗിക്കത്തില്ലേ. അങ്ങനെ മഫിയ സംഘങ്ങൾ അവിടെ ഉണ്ടാക്കി ഏറ്റവും കൂടുതൽ ക്രൈം ഉണ്ടായി. ഒരു അണ്ടർവേൾഡ് എന്നുള്ള വാക്കൊക്കെ നമ്മൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ആ ലോകം മുഴുവനും ഉണ്ടായി. മദ്യം വ്യാപകമായി അഗ്രസീവ് സെല്ലിംഗ് എന്ന് നമ്മൾ പറയും. ഇതിന് അഡിക്ഷനുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ അത് ഉപേക്ഷിക്കത്തില്ല, അവരെങ്ങനെങ്കിലും കഴിക്കും. അപ്പോൾ എങ്ങനെങ്കിലും കഴിക്കുന്ന സമയത്ത്
വലിയ പാടുപെട്ട് ഈ മദ്യം കഴിക്കാൻ നിൽക്കുന്നവർക്ക് വേണ്ടി എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഈ അണ്ടർവേൾഡിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അഗ്രസീവ് സെയിൽസ് ഉണ്ടാകും. അഡിക്ഷനുള്ള സാധനങ്ങൾ വില കൂടും, പെട്ടെന്നാണ് വില കൂടുന്നത്, കാരണം ഇത് കിട്ടാൻ എളുപ്പമല്ലല്ലോ. അപ്പോൾ വലിയ വിലയാകും. വലിയ വിലയാകുമ്പം ഒരുവിധമുള്ള സാധാരണക്കാരായ ആൾക്കാർ പെട്ടെന്ന് പണം ഉണ്ടാക്കാനായിട്ട് ഈ മയക്കുമരുന്ന്, മദ്യം, എന്താണോ ഇല്ലീഗൽ എന്ന് നമ്മൾ പറയുന്ന മുഴുവൻ സാധനവും വിൽക്കാൻ തുടങ്ങും. വിൽക്കുമ്പോൾ എന്ത് പറ്റും? ഈ സെയിൽ എന്ന് പറയുന്നത് റോഡിൽ നിൽക്കുന്ന ആരോടും ചോദിക്കും വേണമെന്ന്. മറ്റേതെന്ന് ഇപ്പോൾ കടയിലിരിക്കുന്ന സാധനം വേണമെങ്കിൽ നിങ്ങൾ പോയി മേടിക്കത്തേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ലോട്ടറി ടിക്കറ്റ് വിൽക്കത്തില്ലേ, ആളുകൾ പാടുപെട്ട് പലതും പറഞ്ഞ് അത് കൊടുപ്പിക്കും. കാരണം അതിനെയാണ് അഗ്രസീവ് സെയിൽ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് സെയിൽ അങ്ങ് വർദ്ധിക്കും. അപ്പോൾ സാധാരണഗതിയിൽ ഒഴിവാക്കി പോകുന്നതായ ആൾക്കാരും കൂടെ ഇത് ഉപയോഗിക്കുന്നവരായിട്ട് മാറും. അടുത്തത് ഈ ക്രിമിനൽസ് എല്ലാം കൂടെ ചേർന്ന് ഈ ഗ്യാങ്ങുകൾ ഉണ്ടാക്കുമ്പോൾ സകല വയലൻസ് ഉണ്ടാകും. തോക്ക് ഇന്ന് നമ്മൾ അമേരിക്കയിൽ ഗൺ കൾച്ചർ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന പറഞ്ഞാൽ വൈൽഡ് വെസ്റ്റ് എന്ന് പറയുന്ന മെക്കാനിസം ഉപയോഗിച്ച് കഴിഞ്ഞ് ആളുകൾ സ്ഥലമൊക്കെ കയ്യേറുന്ന കഴിഞ്ഞ്, അല്ലെന്നുണ്ടെങ്കിൽ ഈ വെസ്റ്റേൺ അവിടുത്തെ നേറ്റീവ് അമേരിക്കൻസിനെ ഉപദ്രവിക്കുന്നതിന് വേണ്ടിയൊക്കെ ഗണ്ണ് കൊടുത്തിരുന്ന ഒരു സ്ഥലത്തു നിന്നൊക്കെ മാറി ഈ നഗരങ്ങളിൽ മുഴുവൻ ഗൺ കൾച്ചർ ഉണ്ടായത് ഈ മദ്യനിരോധന സമയത്ത്. ഇത് ഈ 12-13 വർഷം കഴിഞ്ഞ് ഇത് പിൻവലിക്കുമ്പോൾ എല്ലാവരും മദ്യം ഉപയോഗിക്കുന്നവരായിട്ട് മാറുക എന്നുള്ളത് മാത്രമല്ല, പക്ഷേ ഈ ഗൺ കൾച്ചറും പോയില്ല, ഈ ഗാങ്സും പോയില്ല. ഇന്ന് ശരിക്കും പറഞ്ഞാൽ അണ്ടർവേൾഡിലാണ് അവിടെ അമേരിക്ക ഭരിക്കുന്നത്. ആ ഭരിക്കുന്നവർ മുഴുവൻ ഉണ്ടായതിൻ്റെ ഒരു പ്രധാനം എന്നുള്ളതല്ല, സോൾ കോസ് എന്ന് നമുക്ക് പറയാവുന്ന നിലവാരത്തിലാണ് ഈ നിരോധനം നിൽക്കുന്നത്. ഇത് നമ്മൾ എവിടെ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾ നിരോധിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ അഡിക്ഷനുള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ വലിയ ഒരു എഫർട്ട് പിന്നെ അങ്ങോട്ട് ഇത് വിൽക്കുന്നതിന് പറയുന്നതിലെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നു. അതോടൊപ്പം ഞാൻ ചോദിക്കുക, ഇപ്പം നമുക്ക് സുലഭമായി ഇപ്പം മദ്യം നമുക്ക് പോയാൽ, നമുക്ക് ബിവറേജിൽ പോയാൽ നമുക്ക് മദ്യം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള ഇത്ര പാനീയങ്ങൾ കിട്ടുന്നു. പക്ഷെ മയക്കുമരുന്ന് എന്ന് പറയുന്ന ഒരു സാധനം, മദ്യം മയക്കുമരുന്നല്ലെന്ന് നിങ്ങളോട് ആരോ പറഞ്ഞു? മദ്യം മയക്കുമരുന്നാണ്. മറ്റ് അതായത് സിന്തറ്റിക് ആയിട്ടുള്ള MDMA സിന്തറ്റിക് എന്ന് പറയുന്ന ഒരു സാധനവും ലോകത്തില്ല. നമ്മൾ അതിന്റെ ഫോർമുലകൾ കണ്ടെത്തി അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് മദ്യം അങ്ങനെ തന്നെയാണ്. നിങ്ങൾ അത് പ്രോസസ്സ് ചെയ്യാതെ അത് ഉണ്ടാക്കാനൊക്കെ. നിങ്ങൾ കൊക്കൈൻ ഉണ്ടാക്കിയാലും അത് നിങ്ങൾ പ്രോസസ്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അല്ലാതെ ലോകത്ത് ഈ പറയുന്ന ഒരു ന്യായവും അതിനില്ല. മദ്യം എങ്ങനെ നിങ്ങൾ കൊടുക്കുന്നു, മദ്യവും മയക്കുമരുന്നും എന്ന് പറയുന്ന ഡിഫറൻസ് എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് പറയണം. അങ്ങനെയാണ് ഈ മദ്യം മയക്കുമരുന്നിലുള്ളതല്ല എന്ന് ആരാണ് പറഞ്ഞത്? എന്തായാലും സയൻറ്റിഫിക് ആയിട്ട് അങ്ങനെ ഒരു കാറ്റഗറി ഇല്ല. പിന്നെ എങ്ങനെയാണ് അങ്ങനെ ഉണ്ടായത്? നേരത്തെ പറഞ്ഞില്ലേ, മദ്യം വിൽക്കുന്ന വലിയ വ്യവസായമായി മാറിയത് കൊണ്ട് പിന്നെ അതിന് ചലഞ്ചായിട്ട് മറ്റ് മയക്കുമരുന്നുകൾ, അല്ല മദ്യവും മയക്കുമരുന്നല്ല, മയക്കുമരുന്നായ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആഢ്യത്വമുള്ള, അതാണ് ആഢ്യന്മാർ. അങ്ങനെയാണ് മദ്യം. അപ്പൊ അങ്ങനെയാവുമ്പോൾ ഈ MDMA പോലെയുള്ള, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു സെന്ററിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് പോയി സുലഭമായി കിട്ടുന്ന രീതിയിലേക്ക് ഇത് മാറിയാൽ ഒരു തരത്തിലുള്ള അരാജകത്വം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. അരാജകത്വം ഇന്ന് മദ്യം കഴിച്ചിട്ടുണ്ടാകുന്ന അത്രയും ഉണ്ടാവും. ആ റേഷ്യോ മാത്രമേ ഉണ്ടാവൂ. അത്രയും ഉണ്ടാവും, വേറെ ഒന്നും കൂടുതൽ വരത്തില്ല. നിങ്ങൾ നോക്കിയാൽ മതി, ഇവിടെ ഇപ്പൊ മദ്യം ഉണ്ടായിട്ട് നിങ്ങൾ ദിവസവും കഴിക്കുന്നുണ്ടോ? ഞാൻ കഴിക്കാറില്ല. അതുകൊണ്ട് കഴിക്കാറില്ല. എന്താ കഴിക്കാത്ത? സുലഭമല്ലേ? അപ്പൊ ലോജിക്ക് അതാണല്ലോ. അപ്പൊ നിങ്ങൾ കഴിക്കണമല്ലോ. എന്താ കഴിക്കാതിരിക്കുന്നത്? അതിന്റെ അത്രയും ലളിതമായ ഉത്തരമാണ്. ഞാനും കഴിക്കാറില്ല. ഇവിടെ എന്താ കിട്ടത്തില്ലേ? സിഗരറ്റ് ഏറ്റവും കൂടുതൽ അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒന്നാണല്ലോ നിക്കോട്ടിൻ. അതെങ്ങനെയാണ് വലിക്കുന്നത് കുറഞ്ഞത്? എങ്ങനെയാ? അല്ലല്ല, അതിന് ഉത്തരം നിങ്ങൾ പറയണം. ഞാൻ വിടത്തില്ല. അങ്ങനെന്ന് പറഞ്ഞാൽ വിടത്തില്ല. എന്തുകൊണ്ടാണ് എല്ലാ കടയിലും സിഗരറ്റ് വിൽക്കുന്നത്? നിക്കോട്ടിനാണ്. അഡിക്ഷന്റെ കാര്യം എടുത്താൽ ഈ പറയുന്ന മദ്യത്തിന് മുകളിലാണ്. അതെങ്ങനെയാണ് ഈ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഉപയോഗം കുറഞ്ഞത്? എങ്ങനെയാണ്? കുറെയൊക്കെ നമ്മുടെ അതിന്റെ സമൂഹത്തിലെ ക്യാമ്പയിനുകളൊക്കെ അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ്
അപ്പോൾ ഉത്തരവായല്ലോ. അപ്പോൾ മദ്യം എന്ന് പറയുന്നത് മയക്കുമരുന്നാണെന്ന് അറിയുക, അത് നിയന്ത്രിതമായി ഇവിടെ വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഗവൺമെൻറ്റും ബാക്കിയുള്ളവർക്കും വരുമാനമായത് കാരണം കൊണ്ട് അതങ്ങനെ തുടരണോ. ബാക്കിയുള്ളത് വരണ്ട എന്ന് പറയുന്നത് ഈ വിഭാഗത്തിൻ്റെ പ്രശ്നം മാത്രമാണ്. അല്ല ഇതുമായിട്ട് യാതൊരു ആളുകളെ നന്നാക്കുന്ന യുക്തിക്കകത്തോ ആളുകളെ രക്ഷിക്കുന്ന യുക്തിക്കകത്തോ ഒന്നുമല്ല. രണ്ട് വ്യവസായങ്ങൾ സിഗരറ്റും മദ്യവും വ്യാപകമായി നിൽക്കുന്നതിന് എത്ര വർഷമാണ് അമേരിക്കയിലെ സർജൻ ജനറൽ എന്നാണ് അവിടെ പറയുന്നത്. അമേരിക്കയിൽ അയാളെ കണ്ട് 20 വർഷത്തോളം അവിടുത്തെ ഈ മെഡിക്കൽ അഡ്വൈസറി ബോർഡിനകത്തെ പ്രധാന ആളായിരുന്നു. എല്ലാ പഠനത്തിനകത്തും ഇത് ക്യാൻസർ കോസിങ് ആണെന്ന് അറിയുന്ന ആളായിരുന്നു. പക്ഷെ ഒരു കുഴപ്പമില്ലെന്ന് അയാൾ പറയുമായിരുന്നു. പറഞ്ഞിട്ട് അയാൾ റിട്ടയർ ചെയ്ത് മാറുന്നത് വരെ ഈ പഠനങ്ങളോ സാധനങ്ങളോ മുന്നോട്ട് വരത്തില്ല. കാരണം അത്രയും വലുതായിരുന്നു സിഗരറ്റ് ലോബി. സിഗരറ്റ് ലോബിയും മദ്യ ലോബിയും ഉണ്ടാക്കുന്ന മയക്കുമരുന്ന് പ്രശ്നങ്ങൾ മാത്രമേ നാട്ടിലുള്ളൂ, എല്ലാ സ്ഥലങ്ങളിനകത്ത്. അപ്പോൾ ഈ നിരോധിക്കുന്നത് വളരെ എന്താ പറയണ്ടത്, യൗവനമുള്ളവരെ സംബന്ധിച്ചോളം അത് ചെയ്യുക എന്ന് പറയുന്നത് എവറസ്റ്റിന് മണ്ടേ കയറുന്നവരാ. എവറസ്റ്റിന് മണ്ടേ കയറിയിട്ട് നമുക്ക് കൃഷി തുടങ്ങാൻ പോകും. എന്തെങ്കിലും ആവശ്യമുണ്ടോ അതിന് മണ്ടേ കയറണം? പിന്നെ എന്തിനാ ഇത്രയും പേരെ ഓടിപ്പോയി അതിന് മണ്ടേ കയറുന്നു? അവിടെ അതിങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഒരു ചലഞ്ചായിട്ട് അനുഭവിക്കും. അപ്പോൾ ഈ ചലഞ്ചായിട്ട് അനുഭവിക്കുന്ന ഒരു യൗവന കാലത്തെ എല്ലാ ആൾക്കാരും സിഗരറ്റ് വലിക്കുകയും മദ്യം കഴിക്കുകയും ഒക്കെ ചെയ്യും. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എല്ലാവരും മദ്യം കഴിക്കുകയും സിഗരറ്റ് വലിക്കുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികൾ തന്നെയാണ്. അതിന് ഇത്ര മീഡിയ വ്യാപകമായി പ്രചരിപ്പിക്കാൻ അന്നില്ലായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ചെയ്യുന്നവർ തന്നെയായിരുന്നു എല്ലാ സമയത്തും യൗവനമുള്ളവർ. അതുകൊണ്ട് ആ തരത്തിലുള്ള പുതിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടുത്തെ സ്കൂളിനകത്ത് പോകുന്ന ഏത് കുട്ടിയും മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കാൻ ബാധ്യത വരുന്നത്രയും ശ്വാസം മുട്ടുന്ന അന്തരീക്ഷമാണ് അതിനകത്തുള്ളത്. അപ്പം അതിനകത്തു നിന്നുണ്ടാകുന്ന വീട് എന്ന് പറഞ്ഞാൽ അവധിക്കാലം നഷ്ടപ്പെട്ടു പോയ കുട്ടികളാണ് ഇന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കൂടിയതിന് കാരണമുണ്ടെങ്കിൽ കൂടിയെന്നുള്ള കാര്യം നമ്പർ കൂടും. കാര്യം പോപ്പുലേഷൻ കൂടിയതുകൊണ്ട് ശതമാനം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കൂടുമോ എന്നുള്ളതിന് കണക്കൊക്കെ വേണം. അതൊന്നും നിങ്ങൾക്ക് ആർക്കും കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ചുമ്മാതെ പത്രത്തിനകത്ത് വരുന്ന ന്യൂസ് കൊണ്ട് നിങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു എന്നുള്ളതല്ല. അതെ കൃത്യമായി. ഇന്നിപ്പോ ഒരു വാർത്തയുണ്ട്, അതായത് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളുടെ കണക്കെടുക്കാമെന്നുള്ളൊരു ഇന്നൊരു വാർത്തയുണ്ട്. അതിനപ്പുറത്തേക്ക് വലിയ കണക്കൊന്നുമില്ല. അതാണ് കേസ് എടുക്കുക എന്ന് പറയുന്നത്. നിങ്ങൾ എവിടെയാണ് പുഷ് ചെയ്യുന്നത്, ഒരു ഗവൺമെൻറ് എവിടെ പുഷ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് കേസുകളുടെ എണ്ണം കൂടുന്നത്. ഹെൽമറ്റ് ധരിക്കാത്തതിൻ്റെ കേസ് നിങ്ങളെടുത്താൽ ഹെൽമറ്റ് ധരിക്കാൻ നിർബന്ധമാക്കുന്ന ദിവസം തൊട്ട് കേസ് കാണും. അതിന് മുമ്പുള്ളവർ ആരും ഹെൽമറ്റ് ധരിച്ചിട്ടില്ലായിരുന്നു, ഒരു കേസും ഇല്ലായിരുന്നു എന്നുള്ള കാരണം കൊണ്ട് അന്ന് ഹെൽമറ്റ് എല്ലാവരും ധരിച്ചിരുന്നു എന്ന് ഉത്തരം വരുമോ? ഒന്നുമല്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. അതുകൊണ്ട് ഒരു കണക്കും ഇല്ലാത്ത അഭ്യൂഹങ്ങളും. പിന്നെ നിങ്ങൾ പത്രക്കാരാണ്, നിങ്ങളുടെ പത്രത്തിനകത്ത് ന്യൂസ് വാല്യൂ ഉള്ളത് എന്താണ്? ചത്തതും കൊന്നതും വെട്ടിയതും നുറുക്കിയത്, അല്ല സമാധാനമായിട്ട് കഴിയുന്ന ന്യൂസ് ഉണ്ടോ? ഈ നാട്ടിലാർക്കും സമാധാനം ഇല്ലെന്നുള്ള കാര്യം നിങ്ങളെന്തായാലും പത്രത്തിനകത്തുള്ള ദിവസവും തരുത്തുമല്ലോ. അപ്പോൾ ആസ്ട്രേലിയയിലുള്ള കുഴപ്പവും അമേരിക്കയിലുള്ള കുഴപ്പവും ആഫ്രിക്കയിലുള്ള കുഴപ്പവും ഉക്രൈനിലുള്ള കുഴപ്പവും ഗാസയിലുള്ള കുഴപ്പവും യുപിയിലുള്ള കുഴപ്പവും കേരളത്തിലുള്ള കുഴപ്പവും ഒന്നിച്ച് ഫ്രണ്ട് പേജ് നിരത്തിയിട്ടാണ് ഈ നാട് മുഴുവൻ അവിടെ തകർന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ല എയർ കണ്ടീഷൻ ചെയ്ത മുറിയിലല്ലേ നമ്മൾ രണ്ടുപേരും ഇരിക്കുന്നത്. ഒരു കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ലാത്ത ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ഇഷ്ടംപോലെ ലോകമുണ്ട്. അതിലൊരു സംശയം ചോദിക്കട്ടെ. അപ്പം നമ്മൾ ഇപ്പോൾ ഒരു പ്രായമെത്തിയാൽ നമുക്കറിയാം, മദ്യമാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, ഏത് കാര്യമാണെങ്കിലും നമുക്ക് ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ചോയ്സിലേക്ക് വരും. മൈത്രേയൻ തന്നെ പറയാറുണ്ട്, 18 വയസ്സായി കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് തിരിച്ചറിവുണ്ടാകുന്നു, അല്ലെങ്കിൽ അത് സ്വതന്ത്രമായി ചിന്തിക്കാൻ പറ്റുന്നു എന്നുള്ളത്. പക്ഷെ അതിൽ താഴെയുള്ള കുട്ടികൾക്ക്, അതായത് സ്കൂൾ കുട്ടികളിലേക്ക് ഈ മയക്കുമരുന്ന് എത്തുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നമല്ലേ? നിങ്ങളെ പോലുള്ള ആൾക്കാർ പറഞ്ഞു പരത്തി ഉണ്ടാക്കുന്ന ഈ മഫിയ സംഘങ്ങളെ ഉൽപ്പാദിപ്പിച്ചതാണ് അതിന് കാരണം. വേറെ ഒരു കാര്യമില്ല. നിങ്ങളുടെ ഇവിടുത്തെ ഏത് സ്കൂളിൽ പഠിച്ചാലും മയക്കുമരുന്ന് മദ്യം ഉപയോഗിച്ചു. അത്രയും ശ്വാസം മുട്ടുന്ന സ്കൂളുകളാണ് മുഴുവൻ. കുട്ടികളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ വലിച്ചു പറിച്ച് കളയുന്ന സ്ഥലമല്ലേ. അവധിയുണ്ടോ ഇന്ന് ഒരു കുട്ടിക്ക്? കളിക്കാൻ അനുവദിക്കുന്ന എവിടെയാണ്?
കളിക്കാനെന്ന് കഴിഞ്ഞാൽ കോമ്പറ്റീഷന് അതിനാണ് കളിക്കുന്നത്, അല്ലാതെ ചുമ്മാതെ കളിക്കാനായിട്ട് ആരും അനുവദിക്കത്തില്ല. എന്താണ് പാട്ട് പാടുന്നത്, ഡാൻസ് ചെയ്യുന്നത് എല്ലാം കോമ്പറ്റീഷനല്ലേ. അത് വളരെ സ്ട്രെസ് ഉണ്ടാക്കുന്നതാണ്. വിദ്യാഭ്യാസ പഠനം എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യുന്നതും ശരിക്കും പറഞ്ഞാൽ സാമൂഹിക ദ്രോഹവും കൂടെയാണ്. ഈ കുട്ടികളെ ഒന്നും മനസ്സിലാക്കാതെ അവരെ സ്കൂളിൻ്റെ ക്രെഡിറ്റിന് വേണ്ടി ഉണ്ടാക്കുന്ന വസ്തുക്കളാണ്. ഇതൊന്നും നിങ്ങൾക്ക് ചർച്ചയ്ക്കില്ല. അതിൻ്റെ ഔട്ട്ലെറ്റായിട്ടാണ് അത് വരുന്നത്. അതുകൊണ്ട് എല്ലാവരും സെർച്ച് ചെയ്യും. അത്രയും ടെൻഷൻ ബിൽഡ് ചെയ്യുന്ന ഒരു സമൂഹത്തിനകത്ത് തന്നെ A+ മേടിക്കാതെ ജീവിക്കാൻ പറ്റാതാകുന്ന സ്ഥലമാണ്. അതിന് ഒരു ദ്രോഹി ഞാനാണ്. ഞാനും എൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവർ ഈ റാങ്ക് വലിയ പ്രശ്നമാണെന്ന് കണ്ടെത്തിയാണ് ഗ്രേഡ് സിസ്റ്റം ഉണ്ടാക്കിയത്. അതിൻ്റെ റെക്കമെൻഡേഷൻ കൊടുത്ത് നമ്മൾ ചെയ്തെടുത്തവരണം. പക്ഷേ ഈ A+ അതിനേക്കാളും കാരണം എല്ലാവർക്കും A+ മേടിക്കാവുന്ന കാരണം കൊണ്ട് ടെൻഷൻ അടിക്കാത്ത ഒരാളും ഇല്ലാതെ. മറ്റേതാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേരെ ഒരു സ്കൂളിനകത്ത് 2-3 പേർക്ക് മാത്രമേ എന്തായാലും റാങ്ക് കിട്ടത്തുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. അവർ വിഷമിച്ചാൽ മതിയായിരുന്നു. ഇപ്പം ഞാൻ ആലോചിക്കുന്നത് ഞാൻ അന്ന് ചെയ്ത ദ്രോഹം അതിഭീകരമാണ്. കാരണം രോഗം പരത്തുകയാണ് ചെയ്തത്. റാങ്കിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ റാങ്കിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ റാങ്ക് പഠിച്ച് പാസ് കിട്ടുന്നവർ എന്തെങ്കിലും ആയതായിട്ട് നാട്ടിലുണ്ടെന്ന് ചോദിക്കുമ്പോൾ എല്ലാ വർഷവും റാങ്ക് മേടിക്കുന്നവരുണ്ട്. 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ അവരുടെ എല്ലാം നമ്മൾ കണക്കെടുത്താൽ 1000 റാങ്കുകാരനെ എടുത്താൽ 2-3 പേരുണ്ടാവും എന്തെങ്കിലും തരത്തിൽ സാമൂഹിക കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആരെങ്കിലും ആകുന്നത്. ബാക്കി ഒരാളെ പറ്റി നമ്മൾ പിന്നെ കേൾക്കാറ് പോലുമില്ല. പിന്നെ എന്തിനായിരുന്നു അവരിങ്ങനെ? അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടായിരുന്നു നമ്മളന്ന് ഇങ്ങനെ വെച്ച്. അതുകൊണ്ട് ഈ റാങ്ക് സിസ്റ്റം വേണ്ട, ആളുകൾ ഗ്രേഡ് സിസ്റ്റം മതി എന്ന് പറഞ്ഞൊക്കെ ചെയ്താണ് ഞാനതൊക്കെ ചെയ്തത്. പക്ഷെ ഇന്ന് ഞാനത് പറയുകയാണെങ്കിൽ പരീക്ഷ നടത്താതെ ഇരിക്കാമെങ്കിൽ മദ്യവും മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നത് കുറയും. പരീക്ഷയെ വേണ്ട, പരീക്ഷ ആവശ്യമില്ല. എന്തിനാണ് പരീക്ഷ? അത് പണ്ട് ആൾക്കാരെ 100 പേരെ നിങ്ങൾക്ക് ജോലിക്ക് ആവശ്യമുണ്ട്. 1000 പേര് പഠിക്കുമ്പം അതിനകത്തുനിന്ന് 100 പേരെ എടുക്കുന്നതിനാണ് ഈ പരീക്ഷ. മറ്റുള്ളവരെ ഒഴിവാക്കാൻ വേണ്ടിയാണ് പരീക്ഷ, അല്ലാതെ കുട്ടികളെ പഠിപ്പിക്കാനുള്ളതല്ല. കുട്ടി എത്രത്തോളം പഠിച്ചു ആരെന്തിനാണ് പരിശോധിക്കേണ്ട ആവശ്യം? ഒരു കുട്ടിയുടെ വേറെ കുട്ടികളെ ആളുകൾ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ആ പറയുന്ന ന്യായം പറയുന്നത്. വിദ്യാഭ്യാസം ഒരു കുട്ടിക്ക് കിട്ടേണ്ടത് ആ കുട്ടിയുടെ ആവശ്യത്തിനാണ്. അവിടെ ആരും പരീക്ഷിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തെങ്ങേ കയറാനായിട്ട് അല്ലെങ്കിൽ മരത്തെ കയറാനായിട്ട് പരീക്ഷിക്കേണ്ട കാര്യമില്ല. കയറണമെന്നുണ്ടെങ്കിൽ പഠിച്ചേ പറ്റും. അങ്ങനത്തെ ഒരു സാധനവും ഇല്ലാതെ കാണാതെ പഠിപ്പിക്കുന്ന സിസ്റ്റം ഉണ്ടാക്കിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പണിയെടുക്കേണ്ടി വരുന്നത്. ഫ്ലൈറ്റ് പറത്തണമെന്നുണ്ടെങ്കിൽ അത് പഠിക്കുന്നത് പറത്താൻ അറിയുക എന്ന് പറയുന്നത് പഠിക്കുക ചെയ്യുന്നത്. അതിനാരും ഒന്നും പരിശോധിക്കണ്ട. ഈ പരിശോധിക്കുന്ന മുഴുവനും നിങ്ങളൊരു വസ്തു ആകുന്നതുകൊണ്ടാണ്. നമ്മൾ മാങ്ങ മേടിക്കാൻ പോകുമ്പം നല്ലതാണെന്ന് ഞെക്കി നോക്കുന്നത് പോലെ അതുപോലാണത്. അല്ലാതെ അത് മാങ്ങ താനേ പഴുക്കുക ചെയ്യുന്നത്. അത് നല്ല ഗുണമുള്ളതായിട്ടിരിക്കും. വേറെ ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴാണ്, ഉപയോഗിക്കുന്ന യുക്തിക്കകത്താണ് ഈ പരീക്ഷകളെല്ലാം നിൽക്കുന്നത്. അങ്ങനെ അല്ല വിദ്യാഭ്യാസമൊക്കെ വേണ്ടത്. അതവിടെ നിൽക്കട്ടെ, അത് വേറൊരു വിഷയം തന്നെയാണ്. നമ്മളിപ്പോൾ പറയുന്നതിനകത്ത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ബ്രിട്ടീഷുകാർ ആരംഭിച്ച അവർക്ക് കുറച്ച് പേരെ ഇന്ത്യക്കാരെ വേണം. ഇന്ത്യക്കാരെ കൊണ്ട് പഠിപ്പിക്കണം. അതിനുവേണ്ടി അവരുണ്ടാക്കിയ ഗുമസ്തന്മാരെയും ഉദ്യോഗസ്ഥന്മാരെയും ഉണ്ടാക്കുന്നതിന് വേണ്ടി അവരുണ്ടാക്കിയ സിസ്റ്റമാണ് നിങ്ങളെന്നും വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ശ്വാസം മുട്ടുന്ന നിലവാരത്തിലുള്ള സംഭവം മുഴുവൻ വരുന്നത്. അങ്ങനെയൊന്നും അല്ല ക്ലാസ് റൂമൊന്നും. ഇങ്ങനത്തെ ക്ലാസ് റൂമൊന്നും ഇതൊക്കെ അസംബന്ധം പിടിച്ച യൂസ്ലെസ് ആയ സിസ്റ്റംസും കൂടെയാണ്. അതിൻ്റെ പ്രോഡക്റ്റിനകത്ത് ഈ പറയുന്ന ടെൻഷൻ ബിൽഡിങ് ചെയ്യുന്ന എല്ലാ സാധനവും. കാരണം അവധിക്കാലം ഇല്ലെന്ന്, ട്യൂഷൻ കാലമാണ്. ഇനി അവധിക്കാലത്ത് ട്യൂഷൻ അല്ലെങ്കിലോ, നേരത്തെ പറഞ്ഞാൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്. അത് മുഴുവൻ ക്യാമ്പ് ഇതുപോലുള്ള വെച്ച് ഈ കുട്ടികളെ മുഴുവൻ അവിടെ ഇട്ട് വീണ്ടും ഈ പണിയെടുപ്പിക്കുക എന്നുള്ളതാണ് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ സ്കൂളും കോളേജൊക്കെ മറന്നു പോകേണ്ട കുറേ ദിവസമുണ്ട്. ഇതൊന്നും സംഭവിക്കുന്നില്ല. അത്രയും സ്ട്രീം ലൈൻ ചെയ്ത ആളുകളാണ് ഇതിൻ്റെ വൾണറബിളായ വാങ്ങലുകാരായി അവർ മാറും. അതുകൊണ്ടാണ് ആ ലെവലിൽ കൂടുന്നത്. ഇപ്പം നിരോധിച്ചിട്ട് അഗ്രസീവ് സെയിൽ നടത്തുന്ന ഒരു വിഭാഗത്തിനെ, ക്രിമിനൽസിനെ നിങ്ങൾ ഉൽപ്പാദിപ്പിച്ച് മറുവശത്ത് അതിൻ്റെ ഉപഭോക്താക്കളാകാൻ വൾണറബിളായിരിക്കുന്ന പ്രായത്തിലുള്ളവരുടെ അടുത്ത് സ്വാഭാവികമായി എത്തിച്ചേരും. ലോകത്ത് ജീവിതത്തിനകത്ത് ചലഞ്ചസ് അനുഭവിക്കുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതാണ് യൗവനം എന്ന് പറയുന്നത്. അത് എല്ലാ ആൾക്കാരും പിണങ്ങുന്ന സമയത്ത്
അന്ന് മദ്യം കഴിക്കുകയും സിഗരറ്റ് വലിക്കുകയൊക്കെ ചെയ്യുന്നവർ തന്നെയാണ്, പ്രതിഷേധിക്കുന്നവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണത്. വഴക്കിടുന്നത്, എന്ത് ചെയ്യരുതെന്ന് പറയുന്നതെല്ലാം ചെയ്യുന്ന ദിവസമാണ് വഴക്കിടുന്ന ദിവസം. ഇതെല്ലാ കുട്ടികളും ചെയ്യും, ഓടിപ്പോവും. ഇതൊന്നും അവരെ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ പ്രശ്നം മുഴുവൻ നിൽക്കുന്നത്. അപ്പോൾ ആ മേഖലയ്ക്കകത്ത് തിരിഞ്ഞു പോലും നോക്കാതെ അത് അങ്ങനെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് എത്രത്തോളം കൂട്ടാൻ പറ്റുമോ അത്രയും കൂടും. ഈ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഭീകര പ്രസ്ഥാനമല്ലേ, ആ ഭീകര പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ട് അതിന് വേണ്ടി ട്രെയിനിങ് കൊടുക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ടായില്ലേ. അടിമകളെ പോലും ഇല്ല, മനുഷ്യത്വരഹിതമായിട്ടുള്ള സ്ഥാപനങ്ങളാണ് ഉണ്ടായത്. ആ തൃശ്ശൂർ പൂർണ്ണമായി യോജിക്കുന്നു. അല്ല, ഇത് ഈ ഏരിയകൾ നിങ്ങൾ കാണാം. അപ്പോൾ എന്ത് പറ്റി, അവിടേക്ക് നമ്മുടെ സ്റ്റുഡൻസ് പോകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ എല്ലാ കോളേജിനകത്ത് ഇതുപോലുള്ളവരെ ആയിട്ട് എല്ലായിടവും മാറി. മോണിറ്റർ ചെയ്യുക എന്ന് പറയുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അപ്പം വളഞ്ഞു വളരും. സമ്മർദ്ദം എത്ര നിങ്ങൾ കൂട്ടുന്നോ, നിങ്ങൾ എത്ര നന്നാക്കാൻ ശ്രമിക്കുന്നോ അത്രത്തോളം വളഞ്ഞു വളരും. ഈ സമൂഹം ഇത്രയും ക്രിമിനലൈസ് ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ ഈ നന്നാക്കൽ കാരണം. ഇതൊക്കെയാണ് മനസ്സിലാക്കുന്നത്. ഈ ഏരിയകൾ ചർച്ച ചെയ്യാതെ നിരോധിച്ച് എല്ലായിടവും CCTVയും വെച്ച് എല്ലാവരെയും ഒരു പോലീസുകാരൻ ഒരാൾക്ക് വേണ്ടി കൊടുത്തിട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ള വിവരം കെട്ട മനുഷ്യരുടെ ഭരണ സംവിധാനത്തിനകത്ത് ഉണ്ടാകുന്നതാണ് ആ വിവരം. അതുകൊണ്ട് അതിൻ്റെ മേളിൽ എനിക്ക് വേറെ ചർച്ച ചെയ്യുന്നില്ല. ഇവിടുത്തെ മുഴുവൻ കുട്ടികളും ഞാൻ വളരുന്ന സമയത്തും എല്ലാ സ്കൂളിൻ്റെ ചുറ്റിനും കഞ്ചാവ് മേടിക്കാൻ കിട്ടുമായിരുന്നു. ഈ പറയുന്ന കറപ്പ് ഇവിടുത്തെ സകല ആയുർവേദ കടയ്ക്കകത്തൂടെയും ഗുളിക പഞ്ചാര ഗുളം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമായിരുന്നു. അത് കഴിക്കാത്ത ഒരു വയസ്സന്മാരും ഇല്ലായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കറിയാവുന്ന എല്ലാ വയസ്സരെയും കാണാൻ പോകുമ്പം ഞങ്ങൾ പുകയില മേടിച്ചിട്ടായിരുന്നു പോകുന്നത്. അതെ, പണ്ട് കാലത്ത് അതൊരു അത് ഈ പണ്ട് കാലത്തൊന്നും ഇല്ലല്ലോ ഇപ്പൊ. അല്ല, പണ്ട് കാലത്തൊന്നും ഇല്ലല്ലോ. അന്ന് നല്ല കാലം കാരണം ഇരിക്കപ്രതിയില്ല. അന്ന് പുകയില സർവ്വസാധാരണമായി പുകയില എന്ന് ഞാൻ പറയുന്നത് നിക്കോട്ടിൻ, അത് എല്ലാവരും ചെല്ലപ്പെട്ടി ഇല്ലാത്ത ഒരു വല്യമ്മയില്ല. ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നവരല്ലേ. സകലരും കറുപ്പ് കഴിക്കുന്നവരായിരുന്നു വയസ്സന്മാർ മുഴുവൻ പേരും. അത് ആയുർവേദ മെഡിസിൻ എന്ന് പറഞ്ഞാൽ അവിടെ പോകുമ്പോൾ അവർ ഗുളികയാക്കി കൊടുക്കുകയും ചെയ്യും. ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നവർ തന്നെയാണ് നമ്മൾ. ഒരു ഇഞ്ച് കൂടിയിട്ടില്ല എന്നുള്ള നിലപാടാണ് എനിക്കുള്ളത്. ഇത് മുഴുവനും വേറൊരു പണിയില്ലാത്ത. അവിടെ ഒരു സംശയം ചോദിക്കട്ടെ, നമ്മൾ പുകയില ഇങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ആ ഒരു വ്യക്തിക്ക് ഒരു ക്രൈമിലേക്ക് പോകുന്ന ഒരു ടെൻഡൻസിയോ ഒരു അഡിക്ഷൻ ആയെങ്കിൽ പോലും അതിനകത്ത് നമ്മള് വേറെ തരത്തിലേക്ക് പോകുന്നില്ലല്ലോ. MDMA പോലെയുള്ള സാധനങ്ങളും ഇഞ്ചക്ഷനും ആരാണ് ഈ ക്രൈം ഒക്കെ ചെയ്യുന്നത്? ആ ഒരു തരത്തിൽ മാറുന്നില്ലേ? ഈ ആളുകളെല്ലാമാണോ ഈ ക്രൈം എല്ലാം ചെയ്യുന്നത്? കൊല്ലുന്നവരുടെ എണ്ണം എടുത്താൽ സെയിനായ ആളുകളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊല്ലുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളിനകത്ത് കൊല്ലുന്നത്രയും ഈ കഞ്ചാവ് വലിച്ചവർ കൊല്ലുന്നുണ്ടോ? പറ, നിങ്ങൾക്ക് കണക്കെടുക്കാൻ പറ്റുന്ന ആളല്ലേ. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർ പ്ലാൻ ചെയ്ത് കൊല്ലുന്നത്രയും, ഇവിടുത്തെ ബിസിനസ്സുകാരുടെ ഗുണ്ടാസംഘങ്ങൾ പ്ലാൻ ചെയ്ത് കൊല്ലുന്നത്രയും ആരാണ് ഈ കഞ്ചാവ് വലിച്ചവരും ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചവരും? മദ്യം കഴിച്ചവരല്ലല്ലോ, അവർ മയക്കുമരുന്നല്ലല്ലോ. കൊല്ലുന്നവരുടെ കണക്കെടുത്ത് ആര് കൊല്ലുന്നതാണ് കൂടുതൽ? കണക്ക് നമ്മളിത് ആരും എടുത്തിട്ടില്ല, ആരും എടുക്കത്തില്ലത്. കാരണം അത് എടുത്താൽ നിങ്ങൾ ഈ പറയുന്നത് അല്ല, നിങ്ങളത് പറയാനും നിങ്ങൾക്ക് പറ്റത്തുമില്ലെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത് എടുക്കത്തില്ല. പക്ഷെ കൊലപാതകങ്ങൾ നടന്നു എന്ന് പറഞ്ഞ് വെക്കുന്നത് മുഴുവൻ എന്തായാലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരല്ല, മയക്കുമരുന്ന് ഉപയോഗിക്കാത്തവരാണ് ഏറ്റവും കൂടുതൽ നമുക്ക്. നിങ്ങൾ വെറുതെ കൊലപാതകങ്ങൾ എടുത്താൽ മതി, ആത്മഹത്യ ചെയ്യുന്നതും കൊലപാതകത്തിൻ്റെയും കണക്കെടുത്താൽ മതി. ബാക്കിയെല്ലാം ഈ പ്രചാരണത്തിൻ്റെ മുകളിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ആഠ്യനായ മദ്യം ചെയ്യുന്നത് നിങ്ങളുടെ കണക്കിൽ ഒരിക്കലും കാണത്തില്ല. നിങ്ങൾ എത്രയധികം വയലൻസ് ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു മയക്കുമരുന്നും ഇല്ല. അത് വളരെ സുലഭമായി ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുന്നവരാണ് ഇത് പറയുന്നത്. എന്ത് ന്യായമാണത്? അതിന് നിയന്ത്രണങ്ങൾ വെച്ചിട്ടില്ലേ? അതുപോലത്തെ നിയന്ത്രണങ്ങളെപ്പറ്റി മാത്രമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആയുർവേദ മരുന്നിനകത്ത് കറുപ്പും കഞ്ചാവും ചേർക്കാത്ത വളരെ കുറച്ചേ കാണത്തുള്ളൂ. കാരണം ഇതൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ, ഇത് വന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലേ പറ്റൂ. പണ്ട് വിപ്ലവാരിഷ്ടം കൊടുത്തിരുന്നതാണ് ഈ
ആയുർവേദ മെഡിസിൻ മുഴുവൻ വിപ്ലവാരിഷ്ടം എന്നാണ് അതിന് പറയുന്നത്. അത് അരിഷ്ടം കുടിക്കുന്നവര്. ഇത് അതിനകത്ത് എന്താണുള്ളത്? ആൽക്കഹോളാണുള്ളത്. അതുകൊണ്ടാണ് എല്ലാവരും അത് മേടിച്ച് കഴിച്ചുകൊണ്ടിരുന്നത്. അരിഷ്ടം എന്ന് നമ്മൾ പറയുന്നത് മുഴുവനും മദ്യമാണ്. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഈ ആയുർവേദ മെഡിസിനകത്ത് കഞ്ചാവ് ചേർക്കാതിരിക്കും വളരെ കുറച്ചേ കാണത്തുള്ളൂ. കഞ്ചാവ് മോശമാണെന്നോ ഇതൊന്നും അതിൻ്റെ ചർച്ചയ്ക്കകത്തൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ ഈ എന്താ പറയണ്ട ആഠ്യത്വത്തോടെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല എന്ന് കാണുന്നതാണ്. ആരാണ് ഈ കുടിക്കരുതെന്ന് പറയുന്നത്? ആരാണിത് ഉപയോഗിക്കരുതെന്ന് പറയുന്നത്? സാധാരണ ജോലി ചെയ്യുന്നവർ ചെയ്യരുതെന്നാണ് ഈ പറയുന്നത്. ഈ 5 സ്റ്റാർ ഹോട്ടലിലെല്ലാം മദ്യവും മയക്കുമരുന്നും കൊടുക്കത്തില്ലേ? എല്ലാ പാർട്ടിക്കും കൊടുക്കുന്നതല്ലേ? എല്ലാ പണക്കാരുടെയും ഈ സെലിബ്രേഷൻ എന്ന് പറയുന്ന ഈ സാധനങ്ങൾ കഴിച്ചിട്ടല്ലേ? ഇത് മുഴുവൻ അവിടെ ഉപയോഗിക്കത്തില്ലേ? അവിടെ കാണാൻ റെയ്ഡുണ്ടോ? അവരെ ആരെങ്കിലും ജയിലിടാറുണ്ടോ? ഈ ഇടുന്നവർ മുഴുവനും ദരിദ്രവാസികളാണ്. കാരണം 24 മണിക്കൂർ അവരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റത്തില്ല എന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പം മദ്യം ഉപയോഗിച്ച് ദാരിദ്ര്യം ബാധിക്കും എന്നുള്ളതാണല്ലോ കണക്ക്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പണക്കാർ മുഴുവൻ ദരിദ്രരായി എന്നേ മാറിപ്പോയത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പം ദരിദ്രവാസി കുടിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ദാരിദ്ര്യം വർദ്ധിക്കുന്നു. അത് നല്ല കൂലി കൊടുത്താൽ മതി. പണക്കാരന് കിട്ടുന്ന കൂലി കൊടുത്താൽ മതി, ദാരിദ്ര്യം വരത്തില്ല. അപ്പം അത് കൊടുക്കത്തില്ല. അതേ സമയത്ത് ഇവനെ പിറ്റേ ദിവസം ഇതേപോലെ പണിക്ക് വേണം. അപ്പോഴാണ് അവർ അവിടെ കുടിച്ച് അവർ ഹാങ് ഓവറായിട്ട് കിടക്കുന്നത് നമുക്ക് പ്രശ്നമായി മാറുന്നത്. ഇങ്ങനെയാണ് ഈ മോറലായിട്ട് ഈ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ മോറലിൽ നിന്ന് തുടങ്ങാം. അടുത്ത മോറൽ, അതായത് മൈത്രേയൻ തന്നെ പറയുന്നു ഒരു ഘട്ടത്തിൽ കേരളത്തിൽ ഒരു തരത്തിലും വേശ്യാലയങ്ങൾ തുറക്കാൻ പാടില്ല എന്നൊരു കോട്ട്സ് ഞാൻ കണ്ടു. അങ്ങനെ ഒരു പ്രസ്താവന നമ്മൾ പ്രത്യേകിച്ച് നമ്മളെല്ലാം ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള ഫ്രസ്ട്രേഷനുകളിൽ നമ്മുടെ ഒരു സമൂഹത്തിൽ ആളുകൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ പോകുന്നത്. ഈ സെക്സ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള ഘട്ടമാണ് പല ആളുകൾക്കും, എല്ലാ മനുഷ്യർക്കും. ഇത്രയും പറയാറുണ്ട്, എല്ലാവരും പറയാറുണ്ട് അല്ലേ, എല്ലാ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഒക്കെ ആവശ്യമുള്ള. അവിടെ അങ്ങനെ ഒരു സംവിധാനം വേണ്ട എന്ന് പറയാൻ എന്താണ് കാരണം? ആളുകൾക്ക് തന്നെത്താൻ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ. നിങ്ങൾക്ക് വിശക്കുന്നതിന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നതിന് നമുക്ക് ഹോട്ടലുകൾ ആരംഭിക്കുന്നത് പോലെ ഇത് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു സാധനമല്ല. എല്ലാവർക്കും സ്വാഭാവികമായി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അത് ഡീക്രിമിനലൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 2 പേര് തമ്മിൽ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന വിവരം കെട്ട മനുഷ്യർ കാരണമാണ് ആ പ്രശ്നം. കുട്ടികൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കുട്ടി ഉണ്ടാക്കാൻ കഴിവുള്ളവരായി മാറിയിട്ടുണ്ടെങ്കിൽ അവരേർപ്പെടരുതെന്ന് പറയുന്നത് അവർ കുട്ടികളെ ഉണ്ടാക്കിയാൽ കുട്ടികളെ നോക്കാൻ അവർക്ക് കഴിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവർ നിയന്ത്രിക്കണമെന്ന് അവരോട് പറയേണ്ട ആവശ്യം. അവർ ഇപ്പം തന്നെ നമ്മുടെ ചിലവിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി ആ കുഞ്ഞിന് ചിലവിന് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. ഇത്രയും പറഞ്ഞാൽ മതി. അത് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നത് എപ്പോഴാണ്? 18ാമത്തെ വയസ്സിലല്ലേ. അത്രയും ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം മാത്രമാണ്. പക്ഷേ കുട്ടിയെ ഉണ്ടാകാതെ നോക്കിയാൽ മാത്രം മതി എന്ന് പറയുന്നതിന് പകരം അതൊന്നും ചെയ്യാൻ അനുവദിക്കാതിരിക്കുന്ന ഈ പറഞ്ഞ അതേ അസംബന്ധം പിടിച്ച സ്കൂളും കോളേജും കാരണമാണ് ഈ ബാക്കിയുള്ള ഫ്രസ്ട്രേഷൻ എന്ന് നിങ്ങൾ പറഞ്ഞ ആ വാക്കൊക്കെ പറയേണ്ടി വരുന്നത്. വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കേണ്ടതുണ്ട്. പക്ഷെ ഇഷ്ടം പോലെ കഴിക്കാനായിട്ട്, ഇഷ്ടം പോലെ ചോക്ലേറ്റ് കൊടുക്കാൻ, ഇഷ്ടം പോലെ ഐസ്ക്രീം കഴിക്കാൻ ആരും പറയാറില്ലല്ലോ. നിയന്ത്രിതമായി ഉപയോഗിക്കാൻ പഠിക്കുക എന്ന് പറയുന്ന പോലെയാണ് നിയന്ത്രിതമായ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ. ആ സമയത്ത് ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ കുറെ കൂടി അത് സ്വീകാര്യത വരല്ലേ ചെയ്യാം. അത് തന്നെ. ആ സ്വീകാര്യത വരാതെ മറുവശത്ത് അതെല്ലാം ചെയ്തു വെച്ചിട്ട് നിങ്ങൾ ഡീക്രിമിനലൈസ് ചെയ്യുന്നത്. നിങ്ങളെ ഞാൻ പിടിച്ചോണ്ട് പോയി വിൽക്കുന്നത് തെറ്റാണെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾക്ക് ബ്രോത്തിൽ തുടങ്ങേണ്ട ആവശ്യമില്ല. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് നിങ്ങളുടെ വീട്ടിനകത്ത് പറ്റും. നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾക്ക് ഒരു ലോഡ്ജിൽ മുറി എടുത്തിട്ട് നിങ്ങൾക്ക് ബന്ധം ഉണ്ടാക്കാൻ പറ്റും. അതിന് പകരം നിങ്ങളെ വെക്കുന്ന ഇടം ഉണ്ടാകരുതെന്നാണ് പറഞ്ഞത്. മനസ്സിലായി. അതാണ് വ്യത്യാസം. ബ്രോത്തൽ എന്ന് പറയുന്നത് ഒരാളെ അവരുടെ ഇഷ്ടപ്രകാരമല്ലാതെ അവിടെ വിൽക്കാൻ പറ്റുമെന്ന് കണ്ടെത്തിയ ഇടവാണത്. അതുകൊണ്ടാണ് അത് വേണ്ടെന്ന് പറയുന്നത്. ലീഗലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡീക്രിമിനലൈസ് ചെയ്താൽ മതി. കുറ്റകരമല്ലാതാക്കിയാൽ മതി 2 പേര് തമ്മിലുള്ള ബന്ധം. അവരെന്തിനാണ് അതിനകത്ത് ഈ ബാക്കിയുള്ള 2 പേര് തമ്മിൽ
അവർ ഇഷ്ടപ്രകാരം ഉണ്ടാക്കുന്ന ബന്ധത്തിൽ മൂന്നാമതൊരാൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന എന്തുണ്ട്? പിച്ചാത്തി വെച്ച് കുത്തുന്ന പോലെ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. വെറുതെ അസൂയ തോന്നിയിട്ട് ഉണ്ടാകുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അതിന് നിയന്ത്രിതമായിട്ട് അവർ പരസ്യമായി ബന്ധങ്ങൾ ഉണ്ടാക്കാതെ നിങ്ങൾക്ക് മുറികളിൽ ചെയ്താൽ വേറൊരാൾക്ക് അസൂയ അടിയന്തരമായിട്ട് ഉണ്ടാക്കത്തില്ല എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മളൊരു ലീഗലായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും നമ്മൾ മുറിക്കകത്ത് പോകാറുണ്ട്. അത് നമ്മുടെ ഒരു പ്രൈവസിയുടെ ആവശ്യമാണ്. കാരണം നമുക്ക് സ്വകാര്യതയിൽ ഇഷ്ടമുള്ളതുപോലെ പെരുമാറാൻ പറ്റും എന്നറിയുന്നതുകൊണ്ട് മാത്രമാണ്. അത്രേ ആവശ്യമുള്ളൂ. അല്ലാതെ വേറെ ഒരു കാര്യം ഇതിനകത്ത് പറയേണ്ട കാര്യം. പറയുന്ന ഒരു വാദം കേൾക്കാറുണ്ട്, ഈ നിലവിൽ പോക്സോ കേസുകൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ ഇതൊന്നും വർദ്ധിക്കുന്നില്ല. ഇത് വെറുതെ ഞാൻ പറഞ്ഞ ഇത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിച്ച പോലെ തോന്നിപ്പോ. കുട്ടികളെ ലൈംഗിക ബന്ധത്തിനകത്ത് എങ്ങനെ ഇണക്കിയെടുക്കാമെന്ന് എഴുതി വെച്ച ഋഷിവര്യന്മാരുടെ നാടാണിത്. കൊക്കോ ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇഷ്ടംപോലെ ഈ ലൈംഗിക സാധനം അതിനകത്ത് ഒരു ചാപ്റ്ററാണ് കുട്ടികളെ എങ്ങനെ ഇണക്കിയെടുക്കാമെന്ന്. ഇത് ചെയ്തുകൊണ്ടിരുന്ന നാട്ടിലെ സംസ്കാര സമ്പന്നരായ ആഷ്ട്രഭാരത സംസ്കാരം ഉണ്ടായിരുന്ന സമൂഹമല്ലേ ഇത്. അതാണ് ഇപ്പോഴൊന്നും കൂടിയിട്ടൊന്നുമില്ല. പോക്സോ കേസുകൾ ഉണ്ടാകുന്നില്ല. അത് കേസ് ഉണ്ടാകുന്നത് അത് കേസ് കൊടുക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചതും നിയമം ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. സകല കുട്ടികളും പെൺകുട്ടികളെ എന്തുകൊണ്ട് കാല് മടക്കി അണിത്തിരിക്കണമെന്ന് നമുക്ക് മലന്ന് കിടന്ന് ഉറങ്ങരുതെന്ന് നിങ്ങൾ പഠിപ്പിക്കുന്നത് വീടുകളിൽ പഠിപ്പിക്കുമല്ലോ. നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകത്തില്ലേ? ഉണ്ട്. അത് എല്ലാ വീട്ടിനകത്തും ഈ പോക്സോ കേസ് എടുക്കുക. എല്ലാ സഹോദരന്മാരെയും അച്ഛന്മാരുടെയും പേര് പോക്സോ കേസ് എടുക്കേണ്ടി വരും യഥാർത്ഥത്തിൽ എടുത്താൽ. അതൊന്നും എനിക്ക് പറഞ്ഞു തരണ്ട. പോക്സോ കേസുകൾ വർദ്ധിക്കുന്നതിന് കാരണം ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കും. അപ്പൊ അതിനൊരു കാരണം പിന്നെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ആളുകൾക്ക് സെക്ഷൽ ഫ്രസ്ട്രേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് സെക്ഷൽ ഫ്രസ്ട്രേഷൻസ് ഉണ്ടാകുന്നത് കൊണ്ട് കുട്ടികളെ വല്ലാതെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളൊരു വാദമുണ്ട്. അതിനോട് എന്താ പ്രതികരിക്കുക? എനിക്ക് നിങ്ങളുടെ ആ ചോദ്യത്തിന്റെ പ്രമേസ് തന്നെ എനിക്കില്ല. അതാണ് ഞാൻ ആദ്യമേ അത് നിഷേധിച്ചത്. ഈ പറയുന്ന ചർച്ച ഇല്ല. ഇവിടുത്തെ എല്ലാ കുട്ടികളെയും ഉപയോഗിച്ചിരുന്നവർ തന്നെയാണ് ഈ നാട്ടിലുള്ള മുഴുവൻ പുരുഷന്മാരും, ഇനിയും കുറച്ച് സ്ത്രീകൾ. ഇതൊന്നും ഒരു സംശയം നമുക്ക് വേണ്ട. അത് തെറ്റാണ് എന്ന് പറയുന്നത് വരെ, ഒരു നിയമം ഉണ്ടാക്കുന്നത് വരെ തെറ്റും ശരിയും ലോകത്തില്ല. ഇത്രയും നമ്മൾ അറിയണം. മണൽ വാരി തൊഴിലാളികളെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഞ്ചായത്ത് കൂടി നാളെ മണൽ വാരരുതെന്ന് പറഞ്ഞ നിയമം ഉണ്ടാക്കുന്ന ദിവസം തൊട്ടാ അവർ മണൽ മാഫിയ ആകുന്നു. അല്ലാതെ അവരാരും കുറ്റം ചെയ്യുന്നുണ്ടല്ല. നിയമമാണ് കുറ്റത്തിന്. കുട്ടികൾ ചൂഷണത്തിന് ഇരയാകുന്നില്ല. മുഴുവൻ കുട്ടികളും ചൂഷണത്തിന് ഇരയായിട്ടാണ് കുട്ടികളായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും. അത് എല്ലാ വീടും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയുന്ന ആളാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വീട്ടിനകത്ത് പഠിപ്പിക്കും എല്ലാ പെൺകുട്ടികളും എങ്ങനെ ഇരിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ ഉറങ്ങണം. അല്ല, ആണും പെണ്ണും ഒരുപോലെ ഇപ്പൊ ചൂഷണത്തെ ഇപ്പൊന്നല്ല എല്ലാ കാലത്തും. അത് എപ്പോഴും ഇത് ഞാൻ പറഞ്ഞല്ലേ, ഇവിടുത്തെ സന്യാസി സംഘത്തിനകത്ത് ആൺകുട്ടികളെ ഉപയോഗിക്കാത്ത ഒരിടവും ഉണ്ടായിരുന്നില്ല. സ്വാമിമാരെ എല്ലാം കുണ്ടൻ സ്വാമി എന്ന് വിളിക്കുന്നതായിരുന്നു നാട്ടിലുള്ളത്. ഇതൊന്നും അങ്ങനെ അല്ലെന്ന് പറയരുത്. ഈ അനാഥാലയങ്ങളെല്ലാം ഇതുപോലെ തന്നെയാണ്. ഇതൊക്കെ അങ്ങനെ അല്ലെന്ന് തെറ്റിദ്ധരിക്കണ്ട. ലോകത്ത് ഏറ്റവും കൂടുതൽ കുട്ടികളെ ഉപയോഗിച്ചിട്ടുള്ളത് കാത്തലിക് സംഘമല്ലേ, പള്ളിയിലച്ചന്മാരല്ലേ? അവന്മാരാണല്ലോ ഈ നാട്ടിനകത്ത് ഇതെല്ലാം ശരിയാക്കാൻ നടക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞിട്ടാണോ ഇത്രയും വലിയ കേസുകൾ? അമേരിക്കയിലുള്ള ഒരു പള്ളിയിലച്ചനില്ല ഇത് ചെയ്യാത്തത്. ഇതൊക്കെ ആരോട് പറയാണ്? അവിടുത്തെ ഈ ആൾട്ടർ ബോയ്സ് എന്ന് പറയുന്നവരുടെ മുഴുവൻ ഞാൻ ഉണ്ടാക്കിയ കേസൊന്നും അല്ലല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായ കേസും അല്ലല്ലോ, കണക്കുള്ളതാണല്ലോ. അതുകൊണ്ട് ഞാനത് പറഞ്ഞില്ലേ, ഇവിടുത്തെ പഴയകാല ആർഷഭാരത സംസ്കാരത്തിൽ ഋഷിമാരെഴുതിയിട്ടുള്ള ലൈംഗിക പുസ്തകങ്ങൾ എടുത്താൽ അതിനകത്ത് ഒരു ചാപ്റ്ററാണ് എങ്ങനെയാണ് കുട്ടികളെ ഇണക്കുന്നത്. നിങ്ങൾ വായിച്ചു നോക്കും. അപ്പോൾ ഇതെല്ലാം നടന്നിരുന്ന നാട് തന്നെയത്, അല്ലാതെ ഇപ്പോൾ കൂടിയതല്ല. ഏത് കേസും കൂടിയുള്ളത് കേസ് ഉണ്ടാകുന്ന ദിവസം തൊട്ടാ. അത് ശരിയാണ്. അത് കാരണം കൊണ്ട് ഡൊമസ്റ്റിക് വയലൻസ് പണ്ടില്ലായിരുന്നല്ലോ.
ഡൊമസ്റ്റിക് വയലൻസ് ഇല്ലായിരുന്നു എന്ന് ഒരു പറയുന്നത്. വയലൻസും ഇല്ലായിരുന്നു. കാര്യമുണ്ട്, അങ്ങനെ ഒരു കേസ് ഞാൻ കേട്ടിട്ടേ ഇല്ല. എൻ്റെ ഭർത്താവ് എന്നെ അടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് ചോദിക്കുന്ന തരത്തിലല്ലായിരുന്നു പറഞ്ഞോണ്ടിരുന്നത്. ഇപ്പൊ എങ്ങനെയാണ് ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടായത്? കേസ് രജിസ്റ്റർ അതുകൊണ്ട് നിയമം ഉണ്ടാകുന്ന ദിവസമേ ഉള്ളൂ. അതുവരെ അടി മേടിച്ചതൊന്നും അടിയാണെന്ന് ആർക്കും തോന്നത്തില്ല. കോർപ്പറിയൽ പണിഷ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത് എല്ലാ സ്കൂളിലും ദിവസവും ചെയ്തുകൊണ്ടിരുന്നില്ലേ. ഇപ്പം എന്താണ് അത് ചെയ്യാത്തത്? ഇപ്പോൾ ഭയങ്കര അടിച്ച് കാല് പൊട്ടിച്ചു. എനിക്കൊക്കെ എൻ്റെ എന്താണ് നിക്കറിന് താഴെ അടി കിട്ടാത്ത ഒരു ദിവസമില്ലായിരുന്നു. അത്രയും അടിച്ചിട്ടുണ്ട്. അന്നൊന്നും വയലൻസ് ഇല്ല. എല്ലാം സമാധാനപൂർണ്ണമായി ഇവിടെ സന്തോഷമായിട്ട് എല്ലാവരും കൂടെ കഴിഞ്ഞിരിക്കുകയല്ലേ. ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ നാടങ്ങനൊന്നും അല്ല. നിങ്ങൾക്ക് ഇന്ന് അത് തെറ്റാണെന്നറിയാം, അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലെന്നും അറിയാം. അന്ന് തൊട്ടാണ് അത് തെറ്റായത്, അല്ലാതെ ഇപ്പം കൂടുന്നൊന്നുമല്ല. വളരെ വയലൻ്റായ സമൂഹങ്ങളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അവിടുന്ന് ഗ്രീസിൽ നിന്ന് ഇന്ത്യ വരെ മനുഷ്യരെ വെട്ടിക്കൊന്ന് വന്നവനാണ് അലക്സാണ്ടർ എന്ന് പറഞ്ഞ മഹാൻ. ഇപ്പം നമ്മൾ അവരെ വെട്ടിക്കൊല്ലുന്നവരായിട്ടേ കാണത്തുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ വേശ്യാവൃത്തി എന്ന് പറയുന്ന ജോലിയോട് എങ്ങനെയാ? അതൊരു ജോലി, വേശ്യാവൃത്തി ജോലിയായിട്ട് ഒരാൾക്ക് തിരഞ്ഞെടുക്കണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. അത് അവർ ചെയ്യുന്നൊരു പണിയാണ്. വേശ്യാവൃത്തി എന്നല്ലേ പറയുന്നത്? അതെ, അതപ്പോ പണ്ടേ ഇത് ഇവിടെ വൃത്തിയായിരുന്നെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ. വേശികളെ കൊണ്ട് അലങ്കരിച്ച റോഡിനെ പറ്റി രാമായണത്തിനകത്ത് ശ്രീരാമന്റെ പട്ടാഭിഷേക ദിവസം ആ റോഡ് മുഴുവനും വേശ്യകളെ കൊണ്ട് അലങ്കരിച്ചിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അത് വായിച്ചാൽ മതി. നിങ്ങൾ വായിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊക്കെ വായിച്ചു പോയി ഒരു ദുരിതം പിടിച്ച വ്യക്തനാ. അടുത്തത് നിങ്ങള് അത് ഇതിനകത്ത് അതിന്റെ നിങ്ങൾ റോഡിന്റെ സൈഡിൽ താലപ്പൊലികളുമായി എല്ലാ സ്ഥലത്തു നിന്നും കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. അടുത്തത് ഈ വൃത്തി എന്ന് പറയുന്ന സാധനം അർത്ഥശാസ്ത്രം എഴുതിയതിനകത്ത് നിങ്ങളങ്ങോട്ട് നോക്കിയാൽ മതി. എങ്ങനെയാണ് ഒരു വേശ്യയെടുത്ത് മര്യാദയ്ക്ക് പെരുമാറേണ്ടതെന്നും അവരുടെ അടുത്തു നിന്ന് എങ്ങനെയാണ് കാശ് മേടിക്കേണ്ടതെന്ന് അതിന് ടാക്സ് ചെയ്യുന്നത് മുഴുവനും കണക്കിന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ നോക്കും. അപ്പം ഇതൊന്നും ഇപ്പോൾ ഉള്ളതൊന്നും അല്ലേ ഈ പറയുന്ന കാര്യങ്ങളൊന്നും. അല്ല, ഞാൻ ഈ പറയുന്നത് ആണ് എന്നുള്ളതല്ല. ഇതിപ്പോൾ തുടങ്ങിയെന്നുള്ള നിലവാരത്തിൽ, ഇപ്പോൾ വർദ്ധിക്കുന്നു നിലവാരത്തിൽ ആളുകൾ പറയുന്നതിന് മറുപടി പറയുന്നതേ ഉള്ളൂ. എനിക്കിത് ഈ നിലവാരം. പക്ഷെ ഇതൊന്നും തന്നെയും മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിനകത്ത് അവരെ അത് കുറ്റമാണെന്ന് കാണാതിരുന്നാൽ മാത്രം മതി. ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാനായിട്ട് ഒരു കോടതി വിധിക്കുമ്പോൾ എന്തിനാണ് ചെലവിന് കൊടുക്കുന്നത്? എന്ത് സർവീസിനാണ് കൊടുക്കുന്നത്? ഒരു പുരുഷ കേന്ദ്രീകൃതമായ സമൂഹത്തിനകത്താണ് അത് വരുന്നത്. ഭാര്യ ഒരുത്തൻ്റെ വേശിയാണെന്നുള്ളതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബലാത്സംഗം ചെയ്യുക എന്ന് ഇപ്പോഴും ഇവിടുത്തെ ആ വടക്കേ ഇന്ത്യയിലെ ഇരിക്കുന്ന കോടതിയിലിരിക്കുന്ന ആ മുഴുവൻ കോന്തൻ ജഡ്ജിമാരും ഇതുപോലെ വിധിക്കും. കൺജുഗൽ റൈറ്റ് എന്നായിരുന്നല്ലോ ബ്രിട്ടീഷുകാരുടെ നിയമത്തിനകത്തുള്ളത്. പുരുഷന് അവകാശമുണ്ട് സ്ത്രീയുടെ മുകളിൽ. ഇത് ഇവിടുത്തെ എല്ലാ ബൈബിളും ഖുറാനും എടുത്ത് അതിനകത്ത് കാണും ഈ കൺജുഗൽ റൈറ്റ്. അപ്പോൾ അങ്ങനെ ഈക്വൽ ആയിട്ടോ മര്യാദയ്ക്ക് പെരുമാറിയിരുന്ന ഒരു സമൂഹവും ലോകത്തില്ലായിരുന്നു എന്ന് നമുക്കറിഞ്ഞാൽ മതി. നമ്മൾ ഈ പറയുന്ന സെൻസിബിലിറ്റി, മനുഷ്യത്വപരമായ ഹ്യൂമൻ റൈറ്റ്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു, തുല്യരായ മനുഷ്യരുടെ ബോധത്തിനകത്ത് നിന്ന് പറയുമ്പം ഇവർ ഈ പറയുന്ന ഒരു സാധനവും വെച്ചിട്ടല്ല അതൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് കൺസെൻറ്റിങ് ആയിട്ടുള്ള രണ്ട് അഡൽട്ടുകൾ തമ്മിലുള്ള ബന്ധത്തിനകത്ത് വേറെ ഗവൺമെൻറ്റിന് ഇടപെടേണ്ട ആവശ്യമില്ല. അവർ കാശ് കൊടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്ത്, കാശൊക്കെ എല്ലാവരും കൊടുക്കും. പാരിതോഷികം അമ്പലത്തിൽ പോകുമ്പം അവിടുത്തെ ദൈവത്തിന് കാശ് കൊടുക്കത്തില്ലേ? കാണിക്ക വയ്ക്കത്തില്ലേ? രാജാവിന് കാണിക്ക വയ്ക്കത്തില്ലേ? അപ്പൊ ഈ കാശ് കൊടുത്ത് ഇണക്കാൻ പറ്റുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെന്താണ് കൊടുക്കുന്നത്? എന്തിനാണെന്ന് പറഞ്ഞാൽ രാജാവിനെയാണ് അവർ കാണുന്നത്. ആ രാജാവാണ്, ദൈവം എന്ന് പറഞ്ഞ രാജാവാണ്. അതുകൊണ്ടാണ് ദൈവം അവതരിച്ചാണല്ലോ ഇവന്മാരെല്ലാം ഉണ്ടായത്. ദൈവത്തിന്റെ പുത്രനാണല്ലോ യേശു ക്രിസ്തു. ഇതെല്ലാം ദൈവം എന്ന് പറഞ്ഞാൽ വലിയ രാജാവാണ്, കസേരയിലിരിക്കുന്ന ഒരു പുരുഷ ദൈവവും കൂടാണത്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ അവതാരമോ ദൈവത്തിൻ്റെ ദാസനോ ദൈവത്തിൻ്റെ അടിമയോ ഒക്കെ ആയ ആളുകളെയാണ് രാജ. അതുകൊണ്ടാണ് ഇണക്കുന്നത്. പഴമൊക്കെ കൊടുത്ത് ഇണക്കത്തില്ലേ? അതുപോലെ ചെയ്യുന്ന സംസ്കാരത്തിനകത്തുനിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ട മനുഷ്യരല്ല ജനാധിപത്യത്തിനകത്തെ മനുഷ്യർ.
അവർ തുല്യരാണ്. അവർ തമ്മിലുള്ള ഇടപെടലിനകത്ത് ഒരാൾക്ക് കംപ്ലൈൻ്റ് ഉള്ള ദിവസമാണ് എടുക്കേണ്ടത്. അതുവരെ ഇടപെട്ടിട്ടുണ്ട്. രണ്ടുപേര് തമ്മിലുള്ള ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ പരാതി പറയാൻ അവർക്ക് അവകാശമുണ്ട്. ആ പരാതി പറയുമ്പോഴാണ് നമ്മൾ കേൾക്കേണ്ടത്, അപ്പോഴാണ് കേസെടുക്കുന്നത്. അതുവരെ പോലീസുകാർ റോഡ് സൈഡിൽ നിന്ന് ഞങ്ങൾ പിടിച്ചോണ്ട് വന്നതും ഹോട്ടലിൽ റെയ്ഡ് ചെയ്തൊക്കെ എന്ത് കാരണം കൊണ്ടാണ്? ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അസംബന്ധം പിടിച്ച ഒരു രാജ്യത്തും അസംബന്ധം പിടിച്ച സ്കൂളിനകത്തും അസംബന്ധം പിടിച്ച സമൂഹത്തിനകത്തും ഇരിക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങളത് അങ്ങനെയൊന്നുമല്ല അത് മനസ്സിലാക്കേണ്ടത്. രണ്ടുപേര് തമ്മിൽ സമ്മതപ്രകാരം അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റുന്നതാണ്. തമ്മിൽ അടിക്കുക, ഈ ബോക്സിങ്ങിന് നിങ്ങൾ കാണാൻ പോലും രണ്ടുപേര് മൂക്കിനിടിക്കുകയാണല്ലോ. എന്താ മര്യാദ കേട്ട സാധനമല്ലേ? എന്താ പിന്നെ നിങ്ങളത് അനുവദിക്കുന്നത്? അത് ഒരാളെ പിടിച്ചുകൊണ്ട് പോയി ഇടിക്കുകയല്ലെന്ന് അറിയുന്നുണ്ട്. പക്ഷെ അതേ യുക്തിക്ക് ഒരു കാളപ്പോരിന് അനുവദിക്കാൻ ഒക്കത്തില്ല. കാളയ്ക്ക് സമ്മതമൊന്നുമില്ല, അത്ര നമ്മളറിയണം. രണ്ട് കാളകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുന്ന സമയത്ത് നമുക്ക് ഇടപെടേണ്ട കാര്യമില്ല. ഇത്രയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം മനുഷ്യർ പിടിച്ചുകൊണ്ട് പോയിട്ട് സർക്കസിനകത്ത് പണിയെടുക്കുന്ന സ്ഥലത്താണ് ഞാൻ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞ് ബ്രോത്തൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലെന്നാണ്. കൺസെൻറ്റിങ് അഡൽട്ട്സ് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാമെന്ന് വെച്ചാൽ ഡീക്രിമിനലൈസ് ചെയ്താൽ മാത്രം മതി, ആ പ്രശ്നമേ അങ്ങ് പരിഹരിക്കും. പക്ഷെ ഒരു കേസ് ഒരാൾ പറയുന്നുണ്ട്, അത് ലൈംഗിക ബന്ധത്തിൽ മാത്രമല്ല, പണമിടപാടിനകത്തും കേസ് പറയേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്തുനിന്ന് ഞാൻ കടം തന്നു, ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ തന്നില്ല, ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് തരാൻ കഴിയാത്ത ഒരാളായിരിക്കാം, അതുകൊണ്ട് ഞാൻ കംപ്ലൈൻറ്റ് പറയുന്നില്ല എന്ന് തീരുമാനിച്ചാൽ അവിടെ വെച്ച് തീരുമത്. അല്ല അതെല്ലാം കേസാക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ വിട്ടുകൊടുക്കാനൊക്കുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട്. നമ്മൾ തന്നെ ആയിരക്കണക്കിന് നമ്മുടെ കൂട്ടുകാരെ കാശ് കടം മേടിച്ചെടുത്ത് തിരിച്ചു തരാതിരിക്കുന്നിടത്തൊന്നും നമ്മൾ കേസാക്കാറില്ലല്ലോ. പക്ഷെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ടേക്കപ്പ് ചെയ്യാം. അതിനെയാണ് ഡീക്രിമിനലൈസേഷൻ എന്ന് ഞാൻ പറഞ്ഞു. അത് ക്രൈമാകേണ്ട കാര്യമില്ല. രണ്ട് മനുഷ്യർ തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിനെ കുറ്റകരമല്ലാതാക്കിയാൽ മതി. പക്ഷെ അവരെ വിൽക്കാനുള്ള ഇടവുണ്ടാക്കാൻ അനുവദിച്ചുകൂടാ. അതപ്പോൾ കൺസെൻറ്റ് ഇല്ലാത്ത ആൾക്കാരെ ഉണ്ടാക്കും. അവർക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ ഞാൻ ചോദിക്കുന്ന കൺസെന്റ്, ഇപ്പോൾ ഒരാൾ ആ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളുടെ അടുത്തേക്കല്ലേ മറ്റൊരാൾ പോകുന്നത്. ആ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ കംപ്ലൈന്റ് ഒരിക്കലും പറയത്തില്ലെന്ന്. ഇല്ല, കംപ്ലൈന്റ് പറയില്ല. അതിന്റെ മേളിനകത്ത് ഒരു ചർച്ച നമുക്ക് വേണ്ട. അല്ല, അത് അങ്ങനെയുള്ള ഒരാളുടെ അടുത്തേക്കാണല്ലോ മറ്റൊരാൾ പോകുന്നത്. അതെ, അങ്ങനത്തെ ഒരാളത് പറയേണ്ട കാര്യമില്ലല്ലോ. അത് ബ്രോത്തലല്ലെന്ന്. ബ്രോത്തലെന്ന് പറയുന്നത് നിങ്ങൾ ഒരാളെ എംപ്ലോയ് ചെയ്യുമ്പോഴാണ്, അത് വേറെ കാര്യമാണ്. അതിന്റെ ആവശ്യമില്ലെന്നാണ് ഈ പറയുന്നേ. സെൽഫ് എംപ്ലോയ്മെന്റിനെ പറ്റി നമ്മൾ പറയുന്നത്. രണ്ടുപേര് തമ്മിൽ പ്രണയിക്കുന്നോ പ്രണയം ഇല്ലാത്തതോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. നീ എനിക്ക് ഉടുപ്പ് മേടിച്ച് തന്നാൽ ഞാൻ നീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറയുന്നത് അവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം മാത്രമാണ്. അതിനകത്ത് നമ്മളെന്തിനാണ് ഇടപെടേണ്ട കാര്യം? അതിന് ടാക്സ് കിട്ടത്തില്ലെന്നുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നം ഉള്ളത്. കല്യാണം കഴിക്കുമ്പോഴും നമ്മൾ കുറേ കാശ് കിട്ടണം. ഈ കാശ് മേടിക്കുന്ന ഇടവായിട്ട് ലൈംഗിക ബന്ധങ്ങളെ കണ്ട സമയം തൊട്ടാണ് നമ്മൾ ഈ കല്യാണമൊക്കെ ഉണ്ടാകുന്നത്. അതൊക്കെ കുറച്ച് ചരിത്രം അറിയാമെങ്കിൽ അത് മനസ്സിലാവുള്ളൂ. രണ്ടുപേര് തമ്മിൽ കൊച്ചിനെ ഉണ്ടാക്കുന്നിടത്ത് ഈ സർക്കാരിനെന്ത് എന്നൊരു ചോദ്യമില്ലേ? കാശ് പിരിക്കാൻ വേണ്ടിയുള്ള ഇടമായിട്ട് അതിനെല്ലാം കണ്ടതുകൊണ്ടാണ്. മീശയ്ക്കും താടിക്കും ചെവിയിലെ കമ്മലിടുന്നതിനും ഒക്കെ ടാക്സ് മേടിച്ചിരുന്ന ഒരു കാലത്തെ കണ്ടുപിടിച്ചതായി ഇതൊക്കെ. അതുകൊണ്ടാണ് രണ്ടുപേര് തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെങ്കിൽ എൻ്റെ സമ്മതം വേണം, അത് 50 രൂപ പത്രത്തിനകത്ത് എഴുതി ഒപ്പിടണം എന്നൊക്കെ പറയുന്നത് കാശ് മേടിക്കാൻ വേണ്ടിയാണ്. ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട കള്ളക്കടത്തെന്ന് പറയുന്ന സാധനം എന്താണ്? ഒരു നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിൽ സാധനം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് കള്ളക്കടത്തായത്? ടാക്സ് കൊടുത്തില്ല എന്നുള്ളതാണല്ലോ. പഴയ ഗുണ്ടാ സംഘത്തിനെയാണ് നമ്മൾ രാജാവെന്ന് പറയുന്നത്. നോക്കുകൂലി മേടിച്ചിരുന്നവന്മാരെയാണ് രാജാക്കന്മാരെന്ന് പറയുന്നത്. നിങ്ങൾ രണ്ടുപേര് തമ്മിൽ എന്ത് ഇടപാട് നടത്തിയാലും അതിനകത്ത് എനിക്ക് പങ്ക് തരണം എന്ന് പറയുന്ന ഗുണ്ടാ സംഘത്തിനെയാണ് രാജാവായിട്ട് മാറുന്നത്. അതിനെയാണ് ചുങ്കത്തറ എന്ന് പറയുന്നത്. എല്ലാ ചുങ്കവും മേടിച്ചിരുന്നത് രണ്ടുപേര് തമ്മിൽ നടത്തുന്നതിനകത്തുനിന്ന് കാശ് മേടിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഉണ്ടായതാണ് ഈ ടാക്സേഷൻ മുഴുവനും, അല്ലാതെ വേറൊന്നുമല്ല. അതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. എന്നോട് ഒരാൾ മൈത്രേനെ ഇന്റർവ്യൂ എടുക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ചോദിക്കണം എന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഏകദേശം 90കളുടെ കാലത്താണെന്ന് തോന്നുന്നു.
മൈത്രൻ തിരുവനന്തപുരത്തുള്ള സമയം ഈ വേശ്യാവൃത്തിക്ക് പോകുന്ന സ്ത്രീകൾക്ക് സ്വന്തം വീട്ടിൽ വന്ന് കിടന്നുറങ്ങാനും ഫ്രഷ് ആയിട്ട് തിരിച്ചു പോകാനും ഉള്ളൊരു സൗകര്യം ഒരുക്കി കൊടുത്തിരുന്നു എന്നൊരു കഥ കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ? എൻ്റെ വീടിനകത്ത് മാത്രമല്ല, അന്ന് അവിടെ എല്ലാം നമ്മൾ ഡ്രോപ്പ് ഇൻ സെൻ്റർ എന്നാണ് അതിന് പറയുന്നത്. അതൊരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് രൂപപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ എയ്ഡ്സ് പ്രിവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്ന അങ്ങനെയാണ് ഡ്രോപ്പ് ഇൻ സെൻ്റർ. ഞാനത് എൻ്റെ വീട്ടിനകത്തേക്ക് മാറ്റുന്നത് അത് നോക്കാനും എടുക്കാനും എളുപ്പമായതുകൊണ്ടാണ്. ഒരു മുറിക്കകത്ത് ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകളുണ്ടായിരുന്നു, മറ്റൊന്നിനകത്ത് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടായിരുന്നു, HIV പോസിറ്റീവായ ആൾക്കാരും താമസിക്കുന്നുണ്ടായിരുന്നു. ഞാനും ജയശ്രീ കനിയും അവിടെ തന്നെ ജീവിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്തിരുന്നത്, ഈ ആളുകൾ എല്ലാവരും സാധാരണ മനുഷ്യരാണെന്ന് നമുക്കറിയാം. അവർക്ക് അവരുടെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായി ചെയ്യേണ്ടതാണെന്ന് അറിയുന്നതുകൊണ്ടാണ്. അല്ലാതെ ലൈംഗിക തൊഴിലാളികളെ മാത്രം ചെയ്ത കാര്യമൊന്നുമല്ല. ട്രാൻസ്ജെൻഡേഴ്സും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും എൻ്റെ കൂടെ തന്നെയാണ് താമസിച്ചിരുന്നത്. ഞാനത് എൻ്റെ പ്രൊഫഷനാണ്. അവർ ദൂരെ ഇരിക്കണമെന്ന് കണ്ടെത്തിയിട്ടില്ലായിരുന്നു. എന്നെപ്പോലുള്ള മനുഷ്യരാണെന്ന് അറിയുന്നതുകൊണ്ടാണ് എൻ്റെ കൂടെ തന്നെ താമസിച്ചത്. അത് മാത്രമേ അതിനകത്തുള്ളൂ. പക്ഷേ നമ്മൾ സ്ത്രീകളുടെ ജീവിതത്തിനകത്ത് ഇടപെടാൻ, രതിത്തൊഴിലാളികളായ സ്ത്രീകളുടെ ജീവിതത്തിനകത്ത് ഇടപെടുന്നത് അവരുടെ മനുഷ്യാവകാശമായിട്ട് ബന്ധപ്പെട്ടു. അത് പ്രധാനമായിട്ടും ഞാനത് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അത് ചെയ്തത് പോൾസൺ റാഫേൽ എന്ന് പറഞ്ഞ്, ഇപ്പോൾ എൻ്റെ സുഹൃത്തായിട്ടുള്ള ആളാണ്. അയാൾ തൃശ്ശൂരുകാരനാണ്. പക്ഷേ അയാൾ ആദ്യം ആരംഭിച്ചത് കോഴിക്കോട് ബംഗ്ലാദേശ് കോളനിയിലാണ്. അയാൾ MSW പഠിച്ച് പാസ്സായി വന്നിട്ട് മനുഷ്യാവകാശപരമായിട്ടുള്ള പ്രശ്നം ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ആദ്യം ഉയർന്നു വന്നതും ബംഗ്ലാദേശ് കോളനിയിലെ പ്രശ്നങ്ങളാണ്. അന്ന് അത് ഈ പോൾസനാണ് ചെയ്തത്. ആ പോൾസന്റെ അടുത്ത് ആര് പറഞ്ഞു കൊടുത്ത് എന്നെ സമീപിച്ചാൽ ഇത് ചിലപ്പോൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. അങ്ങനെയാണ് അദ്ദേഹം എന്നെ കാണാൻ വരികയും വന്ന് പറഞ്ഞ ദിവസം തന്നെ എനിക്ക് മനസ്സിലായി. അപ്പം അയാൾ പറഞ്ഞത് ഇത്രയാണ്: നിങ്ങൾ ഒത്തിരി മനുഷ്യാവകാശ പ്രവർത്തനമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. ഈ സ്ത്രീകളുടെ പ്രശ്നം നിങ്ങൾ കാണുന്നില്ല, അത് ബ്ലൈൻഡ് സ്പോട്ടാണെന്ന്. അതെനിക്ക് കൺവിൻസിങ് ആയി. അങ്ങനെയാണ് ഞാനത് അതിനകത്ത് ഇടപെടുന്നത്. അന്ന് അപ്പം ജയശ്രീ ഇത് MD പഠിച്ച് കമ്മ്യൂണിറ്റി മെഡിസിനാണ്. സ്വാഭാവികമായിട്ട് ജയശ്രീക്ക് ആ വിഷയം മുഴുവൻ അറിയുന്ന ആളായി. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ പോൾസനും അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ചേർന്നാണ് അത്തരത്തിലുള്ള എല്ലാ ആക്ടിവിറ്റിയും പിന്നെ അങ്ങോട്ട് ചെയ്തത്. അത്രയേ ഉള്ളൂ. അതിനോട് അനുബന്ധമായിട്ടാണ് ട്രാൻസ്ജെൻഡേഴ്സിനെ സ്വാഭാവികമായിട്ട് ഈ റോഡിൽ നിൽക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രശ്നത്തിനകത്ത് ഇടപെട്ട് ആദ്യത്തെ ട്രാൻസ്ജെൻഡർ മീറ്റിംഗ് ഉണ്ടാക്കുന്നത് തിരുവനന്തപുരത്ത് മ്യൂസിയം ഹാളിലാണ്. ഇതെല്ലാം ചെയ്ത് അതിന് ശേഷമാണ് ഇവിടെ ക്രോസ് ഡ്രസ്സേഴ്സ് എന്ന് പറയുന്നവർ പരസ്യമായിട്ട് ഇഷ്ടമുള്ള വേഷം ധരിക്കാനായിട്ട് ആൾക്കാർക്ക് കഴിയുന്നു. പുരുഷനായിരിക്കുന്നവർക്ക് സ്ത്രീകളുടെ വേഷം എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നതും സ്ത്രീകളിലായിരിക്കുന്നവർക്ക് പുരുഷന്മാരുടെ വേഷം ഇടാനായിട്ട് മടി കൂടാതെ ചെയ്യാൻ പറ്റുന്ന ക്രോസ് ഡ്രസ്സിങ് എന്ന് പറയുന്ന സാധനം ഈ കേരളത്തിനകത്തേക്ക് വരുന്നതൊക്കെ അതിന് ശേഷമാണ്. ആണും പെണ്ണും എന്ന് മാത്രമുള്ള കോളം റേഷൻ കാർഡിൽ ഉണ്ടായിരുന്നത് അതർ എന്ന് പറയുന്ന ഒരു കോളം കൂടെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഞങ്ങൾ ഇതുപോലുള്ള വർക്കുകൾ ചെയ്യുന്ന വഴി ഉണ്ടായിട്ടുള്ളതാണ്. ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും ഇപ്പം നിങ്ങളീ പറയുന്നതിലെ നമ്മുടെ ഒരു പെരയ്ക്കകത്ത് മാത്രം ചെയ്തതൊന്നുമല്ല. കേരള വ്യാപകമായി ഡ്രോപ്പ് ഇൻ സെൻറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ പ്രോജക്റ്റും. ഞാൻ ഈ മയക്കുമരുന്നിനെ പറ്റി നിങ്ങൾ നേരത്തെ ചോദിച്ചില്ലേ, മയക്കുമരുന്ന് ഉപയോഗിച്ച് ഒറ്റ സിറിഞ്ച് ഉപയോഗിച്ചിട്ട് എല്ലാ ആൾക്കാർക്കും എയ്ഡ്സ് വരുമെന്ന് നമുക്കറിയാം. ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സിറിഞ്ച് കൊടുത്ത ഒരുത്തനാണ് ഞാൻ. എല്ലാവർക്കും സിറിഞ്ച് കൊടുക്കും. അതായിരുന്നു ആ പ്രോജക്റ്റിനകത്തുള്ളത്. അന്ന് ഇപ്പോൾ ഇവിടെ ഭയങ്കര പുതിയതായി കണ്ടുപിടിച്ച പോലെ ഒരു സിറിഞ്ച് ഉപയോഗിച്ച് 7 പേർക്ക് എയ്ഡ്സ് വന്നു എന്നൊക്കെ പറയുന്നത് കേട്ടതൊന്നും ഞങ്ങൾ ഈ പഠിപ്പിക്കുന്ന സമയത്ത് വരുത്തില്ലായിരുന്നു. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് മാത്രമേ അവർക്ക് വരത്തുള്ളൂ, എയ്ഡ്സ് വരത്തില്ല. കാര്യം ഇത് എക്സ്ചേഞ്ച് ചെയ്യത്തില്ല. അപ്പോൾ ഇവിടെ വീണ്ടും വിദ്യാഭ്യാസം ഇല്ലാതായി പോയൊരു സമൂഹം ഉണ്ടായിരിക്കുന്നു എന്നുള്ള ലക്ഷണമാണത്. നമ്മൾ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് മയക്കുമരുന്ന് ഉപയോഗിക്കാൻ നിങ്ങൾ സഹായിക്കുകയല്ലയോ എന്ന് അന്നത്തെ മോറലിസ്റ്റുകളൊക്കെ അന്നും ചോദിച്ചിട്ടുണ്ട്. മയക്കുമരുന്ന് ആളുകൾ രഹസ്യമായിട്ട് ഉപയോഗിക്കും. അതൊരു 10-20% മനുഷ്യർ നാട്ടിലുള്ളവരെല്ലാവരും ചെയ്യും. ആ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഈ നിയമവും നിയന്ത്രണമൊക്കെ ആവശ്യം.
ബാക്കിയുള്ള ആളുകൾ അങ്ങനെ ചെയ്യില്ല. അത് സുലഭമാകുന്നത് കൊണ്ടല്ല. മൈത്രേൻ ഇങ്ങനെ തുറന്നു പറയുമ്പോഴേ പല ആളുകളുടെ ഒരു വാദം, മൈത്രേൻ കേരളത്തിലെ കുടുംബങ്ങളിൽ ശിഥിലീകരണം ഉണ്ടാക്കുന്നു. യേശുക്രിസ്തു അത് പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ എനിക്ക് അവരോട് പറയാൻ. ഇപ്പൊ ഇരിക്കുന്ന കുടുംബങ്ങളെന്ന് പറയുന്നത് സാമൂഹിക വിരുദ്ധ കേന്ദ്രങ്ങളാണ്. അയലത്ത് പോയി ഭക്ഷണം കഴിക്കരുതെന്നും അവർ അന്യരാണെന്നും അവർ വെറുക്കപ്പെടേണ്ടതാണെന്നും പഠിപ്പിക്കുന്ന ഇടമാണ്. ജാതി മത സമൂഹങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ, അതാണ് സാമൂഹിക വിരുദ്ധ കേന്ദ്രത്തിലാണ് അൺഫോർച്ചുനേറ്റ്ലി എന്ന് പ്രയോഗിക്കാവുന്ന നിലവാരത്തിൽ നിർഭാഗ്യകരമായ രീതിയിൽ ഇവിടുത്തെ കുഞ്ഞുങ്ങളെല്ലാം ജനിക്കേണ്ടത്. അതുകൊണ്ട് മെച്ചപ്പെട്ട കുടുംബമൊന്നും ഇവിടെ ഇല്ല, അടിമ കുടുംബങ്ങളേ ഉള്ളൂ. അവരുണ്ടാക്കിയ സാമൂഹ്യ വിരുദ്ധരേ നാട്ടിലുള്ളൂ. അതുകൊണ്ട് സാമൂഹ്യ വിരുദ്ധ കേന്ദ്രങ്ങളെ തകർക്കുക എന്ന് പറയുന്നത് ഞാൻ ചെയ്യും, സംശയമൊന്നും വേണ്ട. വേറൊരു പ്രസ്താവന, അതായത് കുംഭമേളയ്ക്ക് പോയ ആളുകളെയൊക്കെ അടുത്ത പ്രസ്താവനയാണ്, മുഴുവൻ പേരും ജയിലിലടക്കണം. വല്ല സംശയമുണ്ട്? തുണിയില്ല. നിങ്ങൾ ഇവിടെ ഇപ്പൊ ഒരാളെ സ്ട്രീക്ക് ചെയ്താൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യത്തില്ലേ? പിന്നെ തീർച്ചയായും. പിന്നെന്താണ് അവരെ ആരെ അറസ്റ്റ് ചെയ്യാൻ? നിങ്ങൾ തന്നെ പറയാ. ഇപ്പൊ ക്ഷണിച്ചുകൊണ്ടുവന്ന് എല്ലാ അസംബ്ലിയിൽ ഇരുത്തുന്നുണ്ടല്ലോ, അവരെന്താണ് അറസ്റ്റ് ചെയ്യാത്തത്? അത് ഇതൊന്നും നമുക്ക് പറഞ്ഞു തരില്ല. രാജ്യം മുഴുവനും എത്തിയൊരു സ്ഥലമാണ് കുംഭമേള. രാജ്യം മുഴുവനും എത്തിയിട്ടില്ല, കള്ളക്കണക്ക് പറയുക മാത്രമാണ് ചെയ്യുന്നത്. അവരുടെ കണക്കനുസരിച്ച് 66 കോടിയാനോ എത്തി. ഇന്ത്യയിലെ അഡൽട്ട് പോപ്പുലേഷന്റെ നമ്പരാ പറയുന്നത്. എത്തിയോ? ഇന്ത്യയിൽ 140 കോടി ജനമല്ലേ ഉള്ളത്. അതിനകത്ത് അഡൽട്ട് പോപ്പുലേഷന്റെ നമ്പറായി പറയുന്നത്. എത്തിയോ? നിങ്ങൾ തന്നെ പറ. അവന്മാർക്ക് ഒരു കണക്കുമില്ല. എന്താണ് കഴിഞ്ഞ 12 വർഷമായിട്ട് സെൻസസ് ഇല്ലല്ലോ. ഒരു സെൻസസും ഇല്ലാത്ത കണക്കല്ലേ അതല്ല. കള്ളം പറയുന്നവന്മാർ, അത് പ്രധാനമന്ത്രി തൊട്ട് താഴെ അറ്റം വരെയുള്ള മുഴുവൻ പേരും കള്ളക്കാണ്, കള്ള സർട്ടിഫിക്കറ്റുമായിട്ടിരിക്കുന്നവന്മാരും കൂടാണ്. പിന്നെ ഞാൻ എന്ത് പറയാനൊക്കെ? അതുകൊണ്ട് അതൊന്നും എനിക്ക് പറഞ്ഞു തരണ്ട. വളരെ മര്യാദകെട്ട ഒരു സമൂഹത്തിനകത്താണ് ജീവിക്കുന്നത്. അത് ആ കുംഭമേളയ്ക്ക് പോയ അത് പരമാവധി എന്ന് പറഞ്ഞാൽ ഇത്രയധികം ട്രാൻസ്പോർട്ടേഷൻ, ട്രെയിനും ബസ്സും ഒക്കെ ഉണ്ടാക്കുന്നത് വഴിയാണ്. അതുമാത്രമല്ല 140 കോടി ജനം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 30 കോടിക്ക് കണ്ട ജനസംഖ്യ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഈ ഉണ്ടായിരിക്കുന്ന 100 കോടി ജനം ഉള്ളത് കൊണ്ട് നമ്പർ കൂടും, അതെനിക്കും അറിയാം. പക്ഷെ അപ്പോഴും ബസ്സും കാറും ലോറിയും ഇതും എല്ലാം ട്രാൻസ്പോർട്ടേഷൻ വർദ്ധിക്കുന്നതുകൊണ്ട് മാത്രമാണ് ആൾക്കാർ പോകുന്നതെന്നും എനിക്കറിയാം. ഒരു വിശ്വാസമായി ഇതിനൊന്നും ഒരു ബന്ധമില്ല. ആളെ കൂട്ടാനായിട്ട് ഒരു വിശ്വാസികളും അമ്പലത്തിലും പള്ളിയിലും പോകാറില്ല. അതൊക്കെ നമ്മൾ അറിയണം. വാശിക്കും വൈരാഗ്യത്തിനും മറ്റുള്ളവരോട് പകയ്ക്കും മറ്റുള്ളവരുടെ കാല് തല്ലി ഒടിക്കണമെന്നും പ്രാർത്ഥിക്കാനാണ് ഈ പോകുന്നത് 80%. പിന്നെ കുറച്ച് പാവം പിടിച്ച സ്ത്രീകൾ പോകുന്നുണ്ടാവും കരഞ്ഞു തീർക്കാൻ, അവർക്ക് വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട്. പുറത്തിറങ്ങാൻ, വീടിന് പുറത്തിറങ്ങാനുള്ള ലൈസൻസ് കിട്ടുന്ന 2 സ്ഥലമാണ് പള്ളിയിലും അമ്പലത്തിലും പോകുക എന്ന് പറയുന്നത്. അതുകൊണ്ട് മാത്രം പെണ്ണുങ്ങൾ അവിടെ പോകും. അവരാണ് ഇത് നിലനിർത്തുന്നത്. വീട്ടിനകത്ത് അത്രയും ദുരിതമുള്ള സ്ത്രീകൾ പുറത്തിറങ്ങാനുള്ള ലൈസൻസ് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഈ കുലസ്ത്രീകൾ മുഴുവൻ ഉണ്ടാകുന്നത്. വേറെ ഒന്നുമില്ല ഇതിനകത്ത്. സ്വാതന്ത്ര്യമുള്ള നാടുകളുണ്ടായ അന്ന് പൂട്ടുന്ന സ്ഥാപനങ്ങളായതല്ല. ഇഷ്ടമുള്ളവർ തമ്മിൽ ഡേറ്റ് ചെയ്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും അവരിത് പരസ്പരം തിരിച്ചറിയാനും കഴിയുന്നെങ്കിൽ അന്ന് തൊട്ട് ഈ നിലവാരത്തിൽ നമ്മൾ ഈ പറയുന്ന പ്രശ്നം പരിഹരിക്കും. ജീവിതകാലം മുഴുവൻ അടിമപ്പണി ചെയ്ത് ഒരു വീട്ടിൽ കഴിയുന്ന സൗഭാഗ്യകരമായ കുടുംബങ്ങളെ പറ്റിയല്ല ഞാനീ പറയുന്നത്. അവർ പിരിയുകയും വീണ്ടും ചേരുകയൊക്കെ ചെയ്യും. അങ്ങനത്തെ പുതിയ കുടുംബങ്ങളുള്ള ഈ പഴയ അണുകുടുംബമല്ല ഞാൻ പറയുന്നത്. ബ്ലെൻഡഡ് ഫാമിലിയുണ്ട്. കുട്ടികളുള്ളവരും വേറെ കുട്ടികളുള്ളവരും തമ്മിൽ ചേർന്ന് ഉണ്ടാകുന്ന ഫാമിലികളെല്ലാം ലോകത്തുണ്ടായിട്ടുണ്ട്. 2, 3 പേരും ഒന്നിച്ച് ചേർന്ന് ജീവിക്കുന്ന കുടുംബങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം നടക്കും. എല്ലായിടവും ഇത് നടക്കും എന്നുള്ളത് കാരണം കൊണ്ട് കുട്ടികളെ ഉണ്ടാക്കി വളർത്തുക എന്നുള്ളതല്ലേ. 800 കോടി ജനം ഇല്ലേ, അപ്പോൾ അത് നടക്കുന്നുണ്ടെന്നുള്ളതിന് തെളിവല്ലേ. അതുകൊണ്ട് ഈ പറയുന്ന ഒരു പ്രശ്നവും ഇല്ല.
ഈ അടിമപ്പണി ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രമൊന്നുമല്ല ഈ കുഞ്ഞുങ്ങളെ വളരുന്നത്. ഇവിടെ എന്തായാലും വളർന്നാൽ ഈ ബോറൻ മലയാളികളല്ലേ ഉണ്ടാവുള്ളൂ. അതിനേക്കാളും നല്ലതാണ് ഈ വേറെ നാടൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുള്ള മലയാളി ഉണ്ടാകുന്നത്. എന്താ നാട് ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നാടൻ ഭക്ഷണം കിട്ടി, ഹോട്ടലിൽ ചെന്നാൽ വീട്ടിലെ ഭക്ഷണം കിട്ടുമെന്ന്. പിന്നെ എന്തിനാടാ ഇങ്ങനത്തെ ഉള്ള അസംബന്ധം പിടിച്ച വരികൾ എഴുതി വെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളല്ലാതെ നാടൻ മുട്ട തിന്നാൽ കൂടുതൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഇതൊക്കെ നിങ്ങൾ അറിയാച്ചാൽ ഇതൊക്കെ ഇങ്ങനെ പ്രയോജനരഹിതമായ വിഷയങ്ങൾ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സമൂഹത്തിനകത്തെ ന്യായങ്ങളാണ് ഈ പറയുന്ന പൊതുബോധം എന്ന് പറയുന്നത്. ഒരു വീട്ടിൽ നിന്ന് മറ്റേ വീട്ടിൽ പോകാൻ പറ്റരുന്നില്ല എന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന ആരാണെന്ന് പറഞ്ഞാൽ മതി. ഈ അമ്മയത്തിനും അല്ലേ? അപ്പോൾ പിന്നെ അതിനെയാണ് സാമൂഹിക വിരുദ്ധരെന്ന് പറയുന്നത്.